ആയുധവുമായിട്ട് വന്നവനെ ആയുധം കൊണ്ട് നേരിടുവാൻ ഒരു ഔറംഗസീബിനെതിരെ ഒരു വീര ശിവാജി ഉണ്ടായിരുന്നു. അക്ബർക്കെതിരെ ഒരു റാണാ പ്രതാപൻ ഉണ്ടായിരുന്നു. ഗോറിക്കെതിരെ ഒരു പൃഥ്വിരാജ് ചൗഹാൻ ഉണ്ടായിരുന്നു. എപ്പോഴെപ്പോഴെല്ലാം ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഏതെല്ലാം ശക്തികൾ ഏതെല്ലാം ആയുധമെടുത്ത് വന്നുവോ അപ്പോഴെല്ലാം വീരപുരുഷ കേസരികൾ ഉയർത്തെഴുന്നേറ്റം മണ്ണാണിത്. കാമരൂപം വരെയുള്ള ഈ ഭാരതത്തെ ഒന്നായി കാണണമെങ്കിൽ കുംഭമേളയിലേക്ക് പോകണം. പക്ഷെ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഫോട്ടോ വരണമെങ്കിൽ ഉടുതുണിയില്ലാത്ത സന്യാസിമാരുടെ ഫോട്ടോ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. പശു ബ്രാഹ്മണൻ എന്ന് കേട്ടാൽ ചില ആളുകൾക്ക് ആളുകൾ ബാക്കിയൊന്നും ആടിനെ അവർക്ക് ഇഷ്ടമാണ്, പോത്തിനെ ഇഷ്ടമാണ്, പശു എന്ന് പറയുന്നത്. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. നോക്കൂ, നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ പച്ചക്ക് പറ്റിക്കുകയാണ് ഉപദേശികൾ ചെയ്തത്. കാരണം ഒരു ശ്ലോകത്തിന് 4 വരിയുണ്ട്. 4 വരി എഴുതി കൊടുക്കട്ടെ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹിം മഹീഷ. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചെറുകോൽപ്പുഴ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ അഭിവന്ദ്യരായ കാര്യകർത്താക്കളെ, സ്നേഹനിധികളായ പ്രിയ കുടുംബാംഗങ്ങളെ, എവർക്കും സാദര നമസ്കാരം. 113ാമത് വർഷം ഈ മഹത്തായ സമ്മേളനം നടത്തിക്കൊണ്ടുപോകുവാൻ കഴിയുന്നു എന്നത് ഒരു മഹത്തായ കാര്യമാണ്. ഹിന്ദുമത മഹാസമ്മേളനം, ഹിന്ദുമത പരിഷത്ത്, ഇതെല്ലാം ഹിന്ദുക്കളെ ഏകീകരിക്കുവാൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാർ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായിരുന്നു. ഇന്നും സനാതന ധർമ്മത്തെക്കുറിച്ച് വ്യത്യസ്തമായ ആശയപ്രചരണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മുടെ മുഖ്യമന്ത്രി അടക്കം മുന്നോട്ട് വെക്കുന്നു. ഹിന്ദുധർമ്മം നല്ലതാണ്, ഭാരതീയ ധർമ്മം അതിലും നല്ലതാണ്, പക്ഷേ സനാതന ധർമ്മം മോശമാണ്. സനാതന ധർമ്മം വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടാകും, ശൂദ്രന്റെ ചെവിയിൽ ഈയമൊരുക്കി പാരുന്ന രീതിയിൽ, ഒഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്നു. തീർന്നില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന നമ്മുടെ മഹത്തായ ആ ശ്ലോകത്തിന്റെ 3ാമത്തെ വരി നമ്മുടെ നാട് ഇപ്പം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതായത് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കുന്നു, പശുവിനും ബ്രാഹ്മണനും സുഖം ഉണ്ടായാൽ മാത്രമേ ലോകത്തിന് സുഖമുണ്ടാവുള്ളൂ എന്ന് പറയുന്നു. എന്താണ് സനാതന ധർമ്മം? എന്താണ് ഹിന്ദുത്വം? എന്താണ് ആർഷഭാരത സംസ്കാരം? ഇതെല്ലാം ഈ ഹിന്ദുക്കൾ മനസ്സിലാക്കുന്ന അഭിമാന ബോധത്തെ വീണ്ടെടുത്ത ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഞാനൊരു ഹിന്ദുവാണെന്ന് ഓരോ രോമകൂപങ്ങളിലും പ്രഖ്യാപിച്ച നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഹൈന്ദവൻ രാഷ്ട്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന അഭിമാനകരമായ ഹിന്ദു സ്ത്രീയായ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഹിന്ദുവിനെയും ഹൈന്ദവ വീക്ഷണങ്ങളെയും ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുവാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതത്തിനൊപ്പം സഞ്ചരിക്കുവാൻ കഴിയാതെ വിയർത്തു പോകുന്നു പലപ്പോഴും കേരളം. എന്തുകൊണ്ട്? ഏകാത്മ ഭാരതം എന്നാണ് ഇന്നത്തെ വിഷയം. എൻ്റെ രാഷ്ട്രം ഏകമാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പരമേശ്വർജിയും EMSും തമ്മിൽ ഒരു സംവാദം നടന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് EMS മുന്നോട്ട് വെച്ചു, ഇടതുപക്ഷ സൈദ്ധാന്തികനായ EMS പറഞ്ഞു, ഈ ഇന്ത്യ ഒരു രാജ്യമായത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം. അതിനു മുമ്പ് തമ്മിൽ തല്ലുന്ന നാട്ടുരാജ്യങ്ങളായ ഇന്ത്യയെ ഏകീകരിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നു എങ്കിൽ ഈ രാജ്യം രാജ്യമാകില്ലായിരുന്നു എന്ന വാദമുഖം കമ്മ്യൂണിസ്റ്റ് ചിന്തകനും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയും കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുമായ EMS മുന്നോട്ട് വെച്ചപ്പോൾ സ്വർഗീയ പരമേശ്വർജി എഴുന്നേറ്റു. പരമേശ്വർജി പറഞ്ഞു, നാട്ടുരാജ്യങ്ങൾ തമ്മിലടിച്ചിട്ടുണ്ട്, അത് ഇന്നുമുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലി കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കമുണ്ട്. കാവേരി നദിയെ ചൊല്ലി കർണാടകവും തമിഴ്നാടും തമ്മിൽ തർക്കമുണ്ട്. ആന്ധ്രാപ്രദേശ് വിഭജിക്കുവാൻ വേണ്ടി 100 കണക്കിന് മരണങ്ങൾ നടന്നു. അങ്ങനെയാണ് തെലുങ്കാന ഉണ്ടായത്. എല്ലാ കാലത്തും അധികാരത്തിന് വേണ്ടി നാട്ടുരാജാക്കന്മാർ തമ്മിലടിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ രാഷ്ട്രം എന്നും എക്കാലത്തും ഏകമാണ്.
അധികാരത്തിന് വേണ്ടി രാജാക്കന്മാർ തമ്മിലടിച്ചപ്പോഴും അവർക്ക് കാശി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അയോധ്യയും മധുരയും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. കന്യാകുമാരി ദേവി തപസ് ചെയ്യുന്നത് കൈലാസനാഥനെയാണ്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തെ ഒന്നായി കാണുവാൻ കഴിയുന്നതാണ് ഈ മണ്ണിലെ ഓരോ രാജാവിന്റെയും സംസ്കാരം. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രദേശത്തു നിന്നും എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഒരു 50 വർഷം മുമ്പ് മരിക്കുവാൻ വേണ്ടി കാശിയിൽ പോയിരുന്നു. പ്രായമായാൽ ഇനി അവിടെ കിടന്ന് മരിക്കാം, സ്വർഗം കിട്ടുമല്ലോ, മോക്ഷം കിട്ടുമല്ലോ എന്നൊക്കെ വിശ്വസിച്ചവരായിരുന്നു നമ്മൾ. ഇന്നും ആ വിശ്വാസം പിന്തുടരുന്നു. മഹാകുംഭമേളയിൽ 45 കോടി യൂറോപ്യൻ ജനതയേക്കാൾ കൂടുതൽ ആളുകൾ ഒരു കുംഭമേളയിൽ പങ്കെടുക്കുവാൻ വേണ്ടി 144 വർഷങ്ങൾക്കിപ്പുറം നടന്ന ആ മഹാകുംഭമേളയുടെ ഭാഗമാകുന്നു. 3 വർഷം കൂടുമ്പോൾ സാധാരണ കുംഭമേള, 6 വർഷത്തിൽ അർദ്ധ കുംഭമേള, 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേള, 144 വർഷത്തിൽ ഒരിക്കൽ മഹാകുംഭമേള. അതാണ് ഇപ്പൊ നടക്കുന്നത്. നമുക്ക് ആർക്കും ഇനി ഒരു മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. അല്ലെങ്കിൽ ആരെങ്കിലും 144 വർഷം കൂടി ഇനിയും ജീവിക്കുന്നവരായിരിക്കണം. ഇത്ര വർഷങ്ങൾക്കിടയിൽ മഹാകുംഭമേള നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി വരുന്നത് ഏകദേശം ഈ രാജ്യത്തിന്റെ 1/3 ജനസംഖ്യയാണ്. 45 കോടി ആളുകൾ വരുന്നു. എന്താണ് ത്രിവേണി സംഗമത്തിൽ മുങ്ങാൻ കാരണം? സരസ്വതി നദി 64,000 വർഷം മുമ്പ് വറ്റിപ്പോയതാണ് എന്ന് ആധുനിക ഭൂശാസ്ത്രകാരന്മാർ പറയുന്നു. എന്നാൽ നിങ്ങളുടെ ആറന്മുള ക്ഷേത്രത്തിലും ഗുരുവായൂരിലും കൈലാസത്തിലും അയോധ്യയിലും മധുരയിലും മായയിലും രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിന്റെ ശാന്തിക്കാരൻ ശ്രീകോവിലിനുള്ളിൽ കയറിയിട്ട് ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തെ കുളിപ്പിക്കുമ്പോൾ ഒരു മന്ത്രം ചൊല്ലാറുണ്ട്. ഗംഗൈ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി. സരസ്വതി 64,000 വർഷങ്ങൾക്ക് മുമ്പ് വറ്റിപ്പോയ നദി. കാവേരി എന്ന് പറയുന്ന കർണാടകയിലെ നദി ഗംഗോത്രിയിൽ നിന്നും ഉത്ഭവിച്ച് ഗംഗാസാഗരത്തിൽ വന്നു പതിക്കുന്ന 2500 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ഗംഗ എന്ന ഭാഗീരഥി. ഈ നദികളെല്ലാം ഒന്നിച്ച് എൻ്റെ കൈക്കുടന്നയിലെ കമണ്ഡലുവിലേക്ക് വരൂ, ഞാൻ എൻ്റെ ദേവനെ ദേവിയെ ഈ തീർത്ഥജലം കൊണ്ട് കുളിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഹിന്ദുക്കൾ. എന്നും എക്കാലത്തും ഈ രാഷ്ട്രമേകമാണ്. പിന്നെ നമ്മൾ രണ്ടാണെന്ന് പഠിപ്പിച്ചത് ആരാണ്? ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. 700 വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ 40 ലക്ഷം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. 30,000-ൽ പരം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. അയോധ്യയും കാശിയും മധുരയും അടക്കം 3000 ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടിട്ടും ഈ മണ്ണിനെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ ഗസ്നി, ഗോറി, ഗിൽജി, തുഗ്ലക്ക്, ബാബർ, ഹുമയൂൺ, ഷാജഹാൻ, ബഹദൂർ ഷാ രണ്ടാമൻ വരെയുള്ള 700 വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ കഴിഞ്ഞില്ല. 1526-ൽ തകർത്തു കളഞ്ഞതായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം. 28-ൽ ബാബർ. എന്നിട്ടും ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, തുർക്കികൾ വന്നു, അറബികൾ വന്നു. 947 ഓഗസ്റ്റ് 15-ാം തീയതി ഭാരതമാതാവിന്റെ 1/3 ഭാഗം മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാജ്യത്തെ സൃഷ്ടിച്ചതിനു ശേഷം സായിപ്പി മണ്ണ് വിട്ടു പോകുന്നത് വരെ BC 326-ൽ മാസിഡോണിയയിൽ നിന്നും അലക്സാണ്ടറിൽ തുടങ്ങി യവനന്മാരും ശാകന്മാരും ഹൂണന്മാരും കുശാനന്മാരും ഇന്ന് കാണുന്ന ഇസ്ലാമിക രാജാക്കന്മാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും അറബികളും എന്തിനേറെ ബ്രിട്ടീഷുകാർ വരെ 2300 വർഷക്കാലം നിരന്തരമായി നമ്മുടെ മണ്ണിനെ ആക്രമിച്ചിട്ടും ഈ സംസ്കാരം തകർന്നു പോയില്ല. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്താൽ ജയ് റാം പറഞ്ഞാൽ സീതാറാം എന്ന് മറുപടി കിട്ടും. നമസ്തേ എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്ന് മറുപടി ഇങ്ങോട്ട് കിട്ടും. നമ്മൾ ഇവിടെയുള്ള മലയാളി കാശ്മീരിൽ ചെന്നിട്ട് ഉച്ചക്ക് സാമ്പാർ കൂട്ടിയാണോ ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അവരോട് ജയ് റാം പറഞ്ഞു നോക്കൂ, സീതാറാം എന്ന് മറുപടി കിട്ടും. രസകരമായ ഒരു കഥയുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നത്. ആ കഥയുടെ പേര് ഇതാണ്: ദൈവവും പണിക്കാരും. ദൈവവും പണിക്കാരും. ദൈവം ഭൂമി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ പണിക്കാരുടെ യോഗം വിളിച്ചു. പണിക്കാരെങ്ങനെ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. പണിക്കാരോട് ദൈവം ചോദിച്ചു, ഭൂമിയിൽ എന്തൊക്കെ വേണം? അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഭൂമിയിൽ മരുഭൂമി വേണം.
ആ മരുഭൂമി വെക്കേണ്ടത് എവിടെയാണ്? അപ്പൊ പശ്ചിമേഷ്യ കാണിച്ചു കൊടുത്തു, ഇന്നത്തെ ഗൾഫ് രാജ്യം കാണിച്ചു കൊടുത്തു, ഇവിടെയാണ് മരുഭൂമി വേണ്ടതെന്ന് പറഞ്ഞു. ഭൂമിയിൽ മഞ്ഞ് വേണം, എവിടെ വെക്കണം? ഇന്ന് കാണുന്ന യൂറോപ്പ് രാജ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെയാണ് മഞ്ഞ് പ്രതിഷ്ഠിക്കേണ്ടത്. കാടുകൾ വേണം, എവിടെയാണ് കൂടുതൽ കാടുകൾ വേണ്ടത്? ആഫ്രിക്കൻ ഭൂഖണ്ഡം കാണിച്ചു കൊടുത്തു. അങ്ങനെ വൈവിധ്യങ്ങളാൽ ഭൂമി ഇങ്ങനെ നിറഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു, ഇതെല്ലാം ഉള്ളൊരു നാട് വേണ്ടേ? മഞ്ഞും മലയും മരുഭൂമിയും നദികളും എല്ലാം ഉള്ളൊരു നാട് വേണ്ടേ? അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു നാടാണ് നമ്മുടെ ഭാരതം. ഇവിടെ മരുഭൂമിയുണ്ട്, ഇവിടെ മഞ്ഞുണ്ട്, ഇവിടെ നദികളുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. 3 ഭാഗത്ത് സാഗരമുണ്ട്, വടക്കു ഭാഗത്ത് ഹിമവാൻ കോട്ടയായിട്ടുണ്ട്. എല്ലാം കൊണ്ടും പ്രകൃതി തന്നെ സംരക്ഷിച്ച് അതിമനോഹരമായി ഈ ഭൂമി കണ്ടപ്പോൾ ഒരു പണിക്കാരൻ ചോദിച്ചു, ഇവന്മാർക്ക് വലിയ അഹങ്കാരാവില്ലേ? ലോകത്തിലുള്ളതെല്ലാം ഒന്നിച്ചു കൊടുത്താൽ ഇവർക്ക് വലിയ അഹങ്കാരം ഉണ്ടാവില്ലേ? അപ്പോൾ ദൈവം പറഞ്ഞു, അതിന് ഞാനൊരു വിദ്യ എടുക്കുന്നുണ്ട്. ഇവരിൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. മലയാളി പറയുന്നത് ആന്ധ്രക്കാരന് മനസ്സിലാവില്ല, ആന്ധ്രക്കാരൻ പറയുന്നത് തെലുങ്കാരന് മനസ്സിലാവില്ല, തെലുങ്കാരൻ പറയുന്നത് കന്നഡക്കാരന് മനസ്സിലാവില്ല, ഇവൻ പറയുന്നത് ഒന്നും ഗുജറാത്തിക്ക് മനസ്സിലാവില്ല. അപ്പോൾ മറ്റൊരു പണിക്കാരൻ പറഞ്ഞു, അങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയാത്ത രീതിയിൽ ഇവരോട് ഈ ക്രൂരത ചെയ്യാൻ പാടുണ്ടോ ദൈവമേ എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, ഇവരെല്ലാം ഏകീകരിക്കുവാൻ വേണ്ടി ഒരേ ഒരു മണ്ണിൽ ഞാൻ തന്നെ യുഗയുഗങ്ങളായിട്ട് അവതരിക്കും. ആ മണ്ണിന്റെ പേരാണ് ഈ പവിത്രമായ ഭാരതം. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി ഇതി ദശ. ഭഗവാൻ ശ്രീനാരായണൻ മഹാവിഷ്ണു 10 രൂപങ്ങളിൽ അവതരിച്ച മണ്ണ്. 10ാമത്തേത് വന്നിട്ടില്ല, അത് കലിയുഗം. ഇത് 5126 വർഷമായിട്ടുള്ളൂ. കലിയുഗം 4,24,000 വർഷമാണ്. ഇതിലെവിടെയോ കൽക്കി സംഭവിക്കും, ഭഗവാൻ വരും. നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, കാരണം കൽക്കി അവതരിക്കുന്നത് എങ്ങനെയെന്നും കൂടി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ത്രേതായ മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോ യുഗേ. ഇത് കലിയുഗമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സമാധിക്കു ശേഷം 5126 വർഷങ്ങൾ പിന്നിടുന്ന ഈ കലിയുഗത്തിൽ ഹിന്ദു ഭാരതം സംഘടനാ ശക്തി കൊണ്ടാണ് ധർമ്മത്തെ സംരക്ഷിക്കുക. അതായത് കൽക്കി വരും എന്ന് വെയിറ്റ് ചെയ്യരുത് എന്ന് ആചാര്യന്മാർ നമ്മളോട് പറയുന്നു. ആ ശക്തിയുടെ വലിയൊരു സഞ്ചയമാണിത്. ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് കഴിഞ്ഞ 113 വർഷങ്ങളായി നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് ദൈവം നേരിട്ട് വന്ന് നടത്തുന്നതല്ല. നമ്മുടെ ശബരിമലയിൽ വിഷയമുണ്ടായി. രഹന ഫാത്തിമമാരും ബിന്ദു അമ്മിണിമാരും കനകദുർഗമാരും നമ്മുടെ പവിത്രമായ മണ്ണിനെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ പറഞ്ഞു, നിങ്ങളുടെ അയ്യപ്പന് കുറെ പുലിയുണ്ടല്ലോ, ഒരു പുലിയെ വിടൂ, രഹന ഫാത്തിമയെ പിടിക്കട്ടെ പുലി എന്നൊക്കെ പറഞ്ഞു. അയ്യപ്പന്റെ കയ്യിൽ പുലിയുണ്ട്, അയ്യപ്പന് ശക്തിയുമുണ്ട്. പക്ഷെ അയ്യപ്പൻ പ്രവർത്തിക്കുന്നത് പുലിയിലൂടെയല്ല. ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമവും ഷഡേതേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം, ഈ 6 ഗുണങ്ങൾ ആരിലൂടെ പ്രകാശിക്കുന്നുവോ അവരിലൂടെയാണ് ഞാൻ പ്രകാശിക്കുക. അല്ലാതെ അയ്യപ്പൻ പുലിയുമായിട്ട് വരില്ല. നമ്മുടെ അയ്യപ്പന്റെ തിരുസന്നിധിയെ സംരക്ഷിക്കുവാനുള്ള ദൗത്യം നമ്മുടേതാണ്. കാരണം പരിശ്രമിച്ചീടുകളെന്തിനെയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘമാം കരങ്ങളെ നൽകിയല്ലോ മനുഷ്യനെ പാരിലേക്ക് അയച്ച ദീശൻ. ഇത്രയും നീളമുള്ള കൈയും 2 കണ്ണും കാലും മൂക്കും ചെവിയും എല്ലാം നൽകിയിട്ടും വീണ്ടും ഭഗവാൻ വരണമോ? ഇതിനെ സംരക്ഷിക്കുവാൻ നമുക്കാവില്ലേ? അതുകൊണ്ടാണ് 33 കോടി ദൈവങ്ങൾക്ക് നേരെ നോക്കുവാൻ ഹിന്ദുവിനോട് പറയുന്നത്, ഒരു കൈയിൽ താമരയുണ്ടെങ്കിൽ, ഒരു കൈയിൽ ശംഖുണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട്, ഗദയുണ്ട്, കുന്തമുണ്ട്, ചക്രമുണ്ട്. സത്യത്തിന്റെ ധർമ്മത്തിന്റെ സംരക്ഷണത്തിൽ 2 കാര്യങ്ങൾ ഒരുപോലെ പ്രയോഗിക്കണം. ഒന്ന് സത്യം, മറ്റൊന്ന് ശക്തി. അതുകൊണ്ടാണ് ഒരിക്കൽ വിവേകാനന്ദ സ്വാമികൾക്ക് പറയേണ്ടി വന്നു, ബുദ്ധൻ ഒരു ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു, പക്ഷെ 1000 വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് സമ്മാനിച്ചു എന്ന്. അത് ബുദ്ധനോടുള്ള പ്രതിഷേധമായിരുന്നില്ല. ബുദ്ധിസ്റ്റുകൾ മനസ്സിലാക്കിയ അഹിംസ. കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി മാറിയപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി. കലിംഗ യുദ്ധത്തിനു ശേഷം അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ സാമന്ത രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചു. അവരൊരു ക്രൂരത ചെയ്തു, അല്ലെങ്കിൽ ഒരു അബദ്ധം ചെയ്തു. സൈന്യത്തെ പിരിച്ചുവിട്ടു, ആയുധം നശിപ്പിച്ചു, രാജാധികാരം ഉപേക്ഷിക്കാതെ 10 തലമുറ കഴിഞ്ഞപ്പോൾ ചോര കണ്ടാൽ വിറക്കുന്ന
യുദ്ധമുറകൾ മറന്നുപോയ, ശത്രുവിനെ കണ്ടാൽ ഓടിയൊളിക്കുന്ന ഒരു യുവസമൂഹം സൃഷ്ടിക്കപ്പെട്ടു. പ്രതികരണ ശേഷിയില്ലാത്ത യുവസമൂഹം. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക, മഹാദേവിനിൻ കാലിലെ പൊൻചിലങ്ക. കവി പാടി. ഗാന്ധാരദേശം ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാഞ്ചാലദേശം ഇന്നത്തെ പാകിസ്ഥാൻ, ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ. പ്രിയമുള്ളവരെ, ഗാന്ധാരം മുതൽ മ്യാൻമാർ വരെയുള്ള 2000 കിലോമീറ്റർ ഇസ്ലാമിക രാജ്യങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടതിന്റെ കാരണം ഈ രാജ്യങ്ങളിലായിരുന്നു ബുദ്ധമതത്തിന്റെ സ്വാധീനമുണ്ടായത്. എന്നാൽ ഗുജറാത്തിന്റെ, രാജസ്ഥാന്റെ ഇപ്പുറം ആയുധവുമായിട്ട് വന്നവനെ ആയുധം കൊണ്ട് നേരിടുവാൻ ഒരു ഔറംഗസീബിനെതിരെ ഒരു വീര ശിവാജി ഉണ്ടായിരുന്നു. അക്ബർക്കെതിരെ ഒരു റാണ പ്രതാപൻ ഉണ്ടായിരുന്നു. ഗോറിക്കെതിരെ ഒരു പൃഥ്വിരാജ് ചൗഹാൻ ഉണ്ടായിരുന്നു. എപ്പോഴെപ്പോഴെല്ലാം ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഏതെല്ലാം ശക്തികൾ, ഏതെല്ലാം ആയുധമെടുത്ത് വന്നുവോ അപ്പോഴെല്ലാം വീരപുരുഷ കേസരികൾ ഉയർത്തെഴുന്നേറ്റ മണ്ണാണിത്. അതുകൊണ്ട് അവർക്ക് ഭാരതം അമ്മയാകുന്നു. അതുകൊണ്ടാണ് കവി പാടുന്നത്, നിശ്ചലമായൊരു ജഡമല്ല നീ, നിശ്ചേതനമാം ധരയല്ല, മഞ്ഞും മലയും മരുഭൂമികളും തിങ്ങും വെറുമൊരു കരയല്ല, ചൈതന്യത്തിൻ പ്രസ്ഫുരണം നീ, ആദിശക്തി നീ മമതായേ, ജയ ജയ ഭാരത മാതാവേ, ജയ 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 ഭാരത ഭൂമാതേ. ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞ വെറുമൊരു കരയായി നമ്മുടെ പൂർവികർ കണ്ടില്ല. സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും അവർ അമ്മയായി കണ്ടു. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ. ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ, ഈ മണ്ണിന്റെ മകനാണ്. വെള്ളം കിട്ടാത്തൊരു ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ എന്ന് വിളിച്ചു, ഗംഗയെ ഗംഗാ മാതാവെന്ന് വിളിച്ചു. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായത് കൊണ്ട് ഭാരതം ഗോമാതാവെന്ന് വിളിച്ചു. അപ്പോൾ വിപ്ലവം കേരളത്തിലാണ്, ബി ഫസ്റ്റ്. ഹിന്ദുക്കൾ പശുവിനെ ആരാധിക്കുന്നു. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു പേര് പോലും ഗോപാലൻ എന്നാണ്. ഗോക്കളെ പരിപാലിച്ച കൃഷ്ണൻ ഗോപാലകൃഷ്ണനായി മാറി. പശുവിന്റെ ഫോട്ടോ ഇല്ലാത്ത, ബാക്ക്ഗ്രൗണ്ടിൽ പശുവില്ലാത്ത ഒരു ഫോട്ടോ ഭഗവാന്റേത് കാണിച്ചു തരാൻ പറ്റുമോ? എങ്ങനെയാണ് ഒരു രാഷ്ട്ര സംവിധാനത്തെ കെട്ടിപ്പടുക്കേണ്ടതെന്ന് വിഷ്ണുവിന്റെ 8ാമത്തെ അവതാരം ബലരാമൻ പഠിപ്പിക്കും. കൃഷി, ഗോരക്ഷ, വാണിജ്യത്തിലൂടെ കലപ്പ ആയുധമായ ബലരാമൻ ഈ മണ്ണിനെ അമ്മയായി കണ്ട്, ഈ മണ്ണിനെ ജീവനേക്കാളേറെ സ്നേഹിച്ച വീരപുരുഷ കേസരികൾ ഉയർത്തെഴുന്നേറ്റ മണ്ണാണിത്. ആ മണ്ണാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ്. ഈ മണ്ണൊരു ജഡമല്ല, ഈ മണ്ണ് നിശ്ചലമായ മരുഭൂമിയല്ല, ഈ മണ്ണിന് ജീവനില്ല എന്നൊരിക്കലും ഹിന്ദു സങ്കല്പിച്ചിട്ടില്ല. കൈലാസം വേറു ഒരു മലയല്ല, കൈവല്യത്തിൻ വെൺകൽ പ്രതിമ, അതിലധിവാസം ചെയ്വൂ ശിവനും, ആദിശക്തിയാം പാർവതിയും, അതിലമരുമ്പോൾ നീലകണ്ഠനിൽ കാളകൂടവും അമൃതായി. കാളകൂടം അമൃതായി മാറിയത് എവിടെയാണ്? കൈലാസനാഥന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ്. സമസ്ത ലോകത്തെയും വിഴുങ്ങുവാനുള്ള കാളകൂട വിഷത്തെ പാനം ചെയ്തു ഭഗവാൻ എന്ന് പറയുന്ന ആ പർവ്വതത്തെ വെറുമൊരു മലയായിട്ട്, കരിങ്കൽ ക്വാറിയായിട്ട് ഹിന്ദുക്കൾ കണ്ടില്ല. കൈലാസം വെറും ഒരു മലയല്ല, കൈവല്യത്തിൻ വെൺകൽ പ്രതിമ. അതിൽ ആരൊക്കെയാ താമസിക്കുന്നത്? അതിലധിവാസം ചെയ്വൂ ശിവനും, ആദിശക്തിയാം പാർവതിയും. ശിവശക്തി സംഗമം നടക്കുന്നത് ഈ കൈലാസത്തിലാണെന്നറിയണം. ഭാഗീരഥിയെ, ഗംഗയെ നമ്മൾ വെറുമൊരു വെള്ളമായിട്ട് കണ്ടില്ല. യുഗയുഗങ്ങളായിട്ട് ആ വെള്ളത്തിലൊന്ന് മുങ്ങിയപ്പോൾ
7 തലമുറ ചെയ്ത പാപത്തെ പൊറുക്കുവാൻ കഴിയുന്ന പുണ്യതീർത്ഥമാണ് ഈ നദി എന്ന് ഹിന്ദുക്കൾ വിശ്വസിച്ചു. ഗംഗയും സരസ്വതിയും യമുനയും ഒന്നിച്ചു ചേരുന്ന ത്രിവേണി സംഗമത്തിൽ പ്രയാഗ് രാജിൽ കഴിഞ്ഞ മകരസംക്രാന്തി മുതൽ വരുന്ന 26 ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിൽ 45 കോടി ആളുകൾ പുണ്യ സ്നാനം ചെയ്യുന്നത് ഈ രാഷ്ട്രത്തിന്റെ ഐക്യത്തിന്റെ ഏകതയുടെ പ്രതീകമാണ്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തെ ഒന്നായി കാണണമെങ്കിൽ കുംഭമേളയിലേക്ക് പോകണം. പക്ഷെ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഫോട്ടോ വരണമെങ്കിൽ ഉടുതുണിയില്ലാത്ത സന്യാസിമാരുടെ ഫോട്ടോ. പിന്നെ തിക്കിലും തിരക്കിലും നമ്മുടെ കുറെ ഭക്തന്മാർ മരിച്ചാൽ അവിടെ ക്രമസമാധാന പാലനം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ലേഖനങ്ങൾ വരും. നോക്കൂ, എന്നും ഈ ദേശീയതയ്ക്ക് എതിരെ നിന്നു നമ്മൾ പുറത്ത് കെട്ടി വളർത്താം. ഭക്ഷണം അവിടെ കൊടുക്കണം, നല്ല കാവൽക്കാരനായിരിക്കും. രണ്ടാമതൊരു തരത്തിൽ വളർത്താം, വീട്ടിന്റെ ഉള്ളിൽ. അവൻ അവിടെ മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട്, അവൻ അവിടെ 2 പോകുവാൻ സാധ്യതയുണ്ട്, അവൻ നമ്മുടെ സോഫ സെറ്റി വലിച്ചു കീറും, അവന്റെ രോമങ്ങൾ കൊണ്ട് വീടിന്റെ അകം നിറയും. എല്ലാ കാര്യങ്ങളിലും ഈ പട്ടി ഇടപെട്ട് കളയും. ഇസ്ലാം മതവും ക്രിസ്തു മതവും കമ്മ്യൂണിസം എന്ന ആശയത്തെ വളർത്തിയത് അവരുടെ ആവശ്യങ്ങൾക്ക് പുറത്തായിരുന്നു. എന്നാൽ ഹിന്ദുക്കൾ എന്ത് ചെയ്തു? വീട്ടിന്റെ ഉള്ളിൽ വളർത്തി. നമ്മുടെ സകല ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഇടപെടാൻ തുടങ്ങി. തീർന്നില്ല. 1950-60 കാലഘട്ടത്തിൽ അവർ പറഞ്ഞു, അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ. MD വാസുദേവൻ നായർ നമുക്ക് ഏറെ പ്രിയമുള്ള സാഹിത്യകാരനാണ്. മലയാള വാക്കിനെ അഗ്നിസ്ഫുലിംഗമായിട്ട് ഉപയോഗിച്ച ആളാണ്, ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, നിർമാല്യം. നിർമാല്യം എന്ന സിനിമയുടെ നായകൻ ഒരു വെളിച്ചപ്പാടാണ്. വെളിച്ചപ്പാടിന് ജീവിതത്തിൽ ഒത്തിരി പ്രോബ്ലംസ്. എല്ലാ ദിവസവും വെളിച്ചപ്പാട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഭഗവതി എന്റെ പ്രശ്നങ്ങൾ മാറ്റൂ എന്ന്. പക്ഷേ പ്രശ്നങ്ങൾക്ക് മാത്രം അറുതിയുണ്ടായില്ല. ഒടുവിൽ ഒരു ദിവസം വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്തേക്ക് കാറിത്തുപ്പി ശ്രീകോവിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന രംഗത്തോടുകൂടി നിർമാല്യം സമാപിച്ചു. നിങ്ങളുടെ ദൈവം കല്ലുകളാണ്, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. സിനിമാ പാട്ടുകൾ വന്നു, വയലാറിന്റെ പാട്ടുകൾ വന്നു, KPSCയുടെ നാടകങ്ങൾ വന്നു. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് പറഞ്ഞപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും കാട് കേറി മുടിയാൻ തുടങ്ങി. ഹിന്ദുക്കൾ ക്ഷേത്രത്തെ ഉപേക്ഷിച്ചു. പക്ഷേ ബദൽ ജീവിത രീതി എന്ത് എന്ന് നമ്മളോട് കമ്മ്യൂണിസം പറഞ്ഞു തന്നതുമില്ല. മതം വേണ്ട, മനുഷ്യനുണ്ടായാൽ മതി എന്ന് അവർ പറഞ്ഞു. ക്രിസ്ത്യാനി പറഞ്ഞു മതം വേണം, രണ്ടാമതാവട്ടെ മനുഷ്യൻ. ഇസ്ലാം പറഞ്ഞു മതം വേണം, രണ്ടാമതാവട്ടെ മനുഷ്യൻ. ഹിന്ദു പറഞ്ഞു മതം വേണ്ട എന്ന്. ബദൽ എന്തുണ്ട്? നിങ്ങൾക്ക് മതം വേണ്ട, ഭഗവതി വേണ്ട, ഭഗവാൻ വേണ്ട, അയ്യപ്പൻ വേണ്ട, ഗുരുവായൂരപ്പൻ വേണ്ട. ബദൽ ജീവിത രീതി എന്തുണ്ട്? ബദൽ ജീവിത രീതി ഇല്ലാതെ ഹിന്ദു ധർമ്മത്തിന്റെ ആചാരങ്ങളെ ഹിന്ദുക്കൾ ഉപേക്ഷിച്ചു. ഒരു ക്ഷേത്രം നമ്മുടെ കൺമുന്നിൽ വെച്ച് നശിച്ചു പോയാൽ 7 തലമുറ അതിന്റെ പാപമുണ്ടാവും. ഒരു ക്ഷേത്രം പുനരുദ്ധരിച്ചാൽ 7 തലമുറ അതിന്റെ പുണ്യം ഉണ്ടാവും. ഇപ്പൊ ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഇതിന്റെ പുണ്യം, അവരുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക് 7 തലമുറ അതിന്റെ പുണ്യം ലഭിക്കും. ഇതാണ് ഹിന്ദുധർമ്മ വിശ്വാസം. ഹിന്ദുവിന്റെ കൺമുന്നിൽ ക്ഷേത്രങ്ങളെല്ലാം നശിച്ച് താറുമാറായപ്പോൾ ഒരുപറ്റം ചെറുപ്പക്കാർ അവിടത്തേക്ക് കയറി ചെന്നു. അവര് ക്ഷേത്രത്തിന്റെ കാടുകൾ വെട്ടി വൃത്തിയാക്കി, ഭഗവതിയെ കുളിപ്പിച്ചു വൃത്തിയാക്കി. അവിടെ ഒരു നെയ്ത്തിരി വെച്ചു. തൊട്ടടുത്ത വീട്ടിലെ നാരായണൻ ചേട്ടനും ദേവകി ചേച്ചിയും ചോദിച്ചു, പതിറ്റാണ്ടുകളായി പൂജ മുടങ്ങിക്കിടക്കുന്ന അവിടെ ആരാണ് തിരിവെച്ചത്? അങ്ങനെ കാടുപിടിച്ച ക്ഷേത്രങ്ങൾ ഓരോന്നോരോ ഹിന്ദുക്കൾ തിരിച്ചു പിടിച്ചു. കാരണം ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര, എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്, ക്ഷയത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് ക്ഷേത്രമെന്ന് അവൻ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയപ്പോൾ നഷ്ടപ്പെട്ടത് ഓരോന്നും ഹിന്ദുക്കൾ തിരിച്ചു പിടിച്ചു. 1528 അയോധ്യയിലെ രാമക്ഷേത്രം തകർത്തപ്പോൾ ഹിന്ദുക്കൾ ഒരു പാട്ടുപാടി. ആദ്യമായിട്ടാണ് ഒരു പാട്ട് എക്സ്പയർ ആകുന്നത്. സാധാരണ സാധനങ്ങളൊക്കെ ഡേറ്റ് കഴിയും, പക്ഷെ പാട്ട് ഡേറ്റ് കഴിഞ്ഞ ഒരു പാട്ടുണ്ട്, അതിതാണ്: കോടി കോടി ഹിന്ദു മനസ്സിൽ ആവേശം നാം സൃഷ്ടിക്കും, രഘുവരനാണേ സത്യം,
രഘുവരനാണേ സത്യം, ക്ഷേത്രം അവിടെ നിർമ്മിക്കും, രാമക്ഷേത്രം നിർമ്മിക്കും, ശ്രീരാമക്ഷേത്രം നിർമ്മിക്കും. ഈ പാട്ടിന്റെ ഡേറ്റ് കഴിഞ്ഞു കേട്ടോ. 2024 ജനുവരി 22 നമ്മുടെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ രാംലല്ല പ്രതിഷ്ഠിക്കപ്പെട്ടു. 496 വർഷങ്ങളായി ഷെഡിലായിരുന്നു നമ്മുടെ രാമൻ. സമയം കിട്ടുമ്പോൾ നേപ്പാളിൽ പോകണം, സീതാദേവിയുടെ കൊട്ടാരവും സീതാദേവിയുടെ ക്ഷേത്രവും കാണണം. ഉഗ്രപ്രതാപത്തിലുള്ള കൊട്ടാരം. പക്ഷേ സീതാപതി സാക്ഷാൽ ശ്രീരാമചന്ദ്ര മഹാദേവൻ ടാർപോളിംഗ് ഷെഡിന്റെ ഉള്ളിലായിരുന്നു. ഇത് രാമന്റെ ഭൂമിയാണോ ബാബറിന്റെ ഭൂമിയാണോ? സ്വതന്ത്ര ഭാരതത്തിൽ തമ്മിലടി ഉണ്ടായി. എത്ര വർഷക്കാലമായിരുന്നു കോടതി വ്യവഹാരത്തിൽപ്പെട്ട് രാമൻ ആ ഷെഡിൽ കഴിഞ്ഞത്. ഇത് രാമന്റെ ഭൂമിയാണെന്ന് തിരിച്ചറിയാത്ത ആരുണ്ടായിരുന്നു അവിടെ? എന്തിനായിരുന്നു ഈ വാശി? ഹിന്ദുക്കളുടെ വിശാലമായ കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, ഇവിടെ മതേതരത്വം നിലനിൽക്കുന്നത് ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഭരണഘടന എപ്പോഴാണ് ഉണ്ടായത്? 1950 ജനുവരി 26 ആരാണ് ഉണ്ടാക്കിയത്? ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്കില്ലല്ലോ. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അല്ലേ ഭാരതം? സെക്യുലറിസം, മതേതരത്വം എവിടുന്ന് കയറിക്കൂടി? 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് BR അംബേദ്കർ മതേതരത്വം എന്ന വാക്ക് പറയാതിരുന്നത്? കാരണം മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിതു കൊടുത്തവൻ ഹിന്ദു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതവുമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് ചർച്ച് പണിതു കൊടുത്തവൻ ഹിന്ദു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്തവൻ ഹിന്ദു. ജർമ്മനിയിൽ പിറന്ന് റഷ്യയിൽ പരീക്ഷിച്ചു വിജയിച്ച നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ പ്രദാനം ചെയ്യുന്ന കമ്മ്യൂണിസത്തെ സ്വീകരിച്ച് ലോക ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവൻ ഹിന്ദു. എല്ലാത്തിനെയും സ്വീകരിക്കുന്നവൻ ഹിന്ദു. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചു വാൽമീകി മഹർഷി. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥമേതിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചു ചരക മഹർഷി. കാമശാസ്ത്രമേതിയ വാത്സ്യാനെയും മഹർഷി എന്ന് വിളിച്ച ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നാണ്. ദൈവമുണ്ട് എന്ന് പറഞ്ഞ ആളും ദൈവമില്ല എന്ന് പറഞ്ഞ ആളെയും ഒരുപോലെ സ്വീകരിച്ച പവിത്രമായ ധർമ്മത്തിൽ ഒരാപ്തവാക്യം പിറന്നു. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഇതാണ് നമ്മുടെ ഭരണഘടന. ഇസ്ലാമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയും എല്ലാം ഹിന്ദുവിന് കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ലാത്തിയെടുത്തൊരു പോലീസുകാരൻ പോലും കാവൽ നിൽക്കാതെ നമ്മുടെ ഇസ്ലാമിക സഹോദരങ്ങൾ നിർഭയം നിസ്കരിക്കുവാൻ ഈ ഭാരതത്തിൽ കഴിയുന്നുവെങ്കിൽ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ? സർവദേവ നമസ്കാരം. നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ. കേശവം പ്രതിഗച്ഛതി. ഒടുവിൽ ഏകമാകുന്ന ഈശ്വരൻ വന്നു ചേരും. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളാ. ഈശ്വരൻ ഏകനാണ്. ഏകമേവം അദ്വിതീയം ബ്രഹ്മ. രണ്ടില്ലാത്ത ഒന്നാകുന്ന ഈശ്വരൻ. ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ നദികളും പുഴകളും അരുവികളും ഒഴുകി ഒഴുകി സാഗരത്തിൽ വിലയം പ്രാപിച്ച് സാഗരത്തിന്റെ ഉപ്പുവെള്ളത്തിൽ ലയിക്കുന്നത് പോലെ ചാത്തനും കുട്ടിച്ചാത്തനും കരിങ്കുട്ടിച്ചാത്തനും കാളിയും ഭദ്രകാളിയും ഗുരുവായൂരപ്പനും ശബരിമല ശാസ്താവും കാടാമ്പുഴ ദേവിയും മടപ്പരക്കൽ മുത്തപ്പനുമെല്ലാം തന്നെ ആ ഏകമാകുന്ന ഈശ്വരനിലേക്ക് എത്തിച്ചേരുവാനുള്ള 33 കോടി വഴികളാണെന്ന് പറഞ്ഞ ഈ സംസ്കാരം പിറന്ന മണ്ണിലേക്ക് വസുദൈവ കുടുംബകം. നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നല്ലത്. നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ 4 അയൽപ്പക്കങ്ങളിൽ വിളിച്ചു ചോദിക്കണം, നല്ലത്. ഇസ്ലാമും ക്രിസ്ത്യാനിയും നമ്മളോട് പറഞ്ഞു വളരെ വളരെ നല്ലത്. പക്ഷേ അയൽക്കാരൻ അന്യനാണ് എന്നൊരു ബോധം അവിടെ കിടക്കുന്നു. ഭാരതം പറഞ്ഞു വസുദൈവ കുടുംബകം. ഈ ലോകം തന്നെ നിന്റെ കുടുംബമാണ് എന്ന്. ഈ ലോകത്തെ കുടുംബമായി കണ്ട, ഈ ലോകത്തെ കൃണ്വന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്നാണ് മനുഷ്യനെ അഭിസംബോധന ചെയ്തത്. കാഫിറുകളെന്നോ പാപികളെന്നോ ദൈവത്തിന്റെ അടിമകളെന്നോ നമ്മളെ വിളിച്ചിട്ടില്ല. ഞാനൊരിക്കലും ദൈവത്തിന്റെ അടിമയല്ല.
ഞാൻ കാഫിറല്ല, ഞാൻ പാപിയല്ല. ഞാൻ ആരാണ്? കൃണ്ണന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര. അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളെ, നിങ്ങൾ ഈ വിശ്വത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കി തീർന്നു. ഇതാണ് ഭാരതം പറഞ്ഞത്. അപ്പോഴാണ് നമ്മുടെ നാട് ലോക സമസ്ത സുഖിനോ ഭവന്തു ചർച്ച ചെയ്യുന്നത്. എപ്പോഴും ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന ഒരു വാക്കായത് ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകവും സുഖത്തിൽ ജീവിക്കട്ടെ. പക്ഷെ ഇതിന്റെ മൂന്നാമത്തെ വരി നമ്മുടെ മുഖ്യമന്ത്രി കണ്ടുപിടിച്ചു, അദ്ദേഹത്തിന്റെ ഉപദേശികൾ എഴുതി കൊടുത്തു. അദ്ദേഹം വർക്കലയിൽ വെച്ചത് വായിക്കുകയും ചെയ്തു. വർക്കലയിൽ വെച്ച് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് യഥാർത്ഥത്തിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ ജനങ്ങൾ ഇങ്ങനെ സാഹൃദത്തോടു കൂടി നോക്കി, എന്താണ് പറയൂ? ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. പശു ബ്രാഹ്മണൻ എന്ന് കേട്ടാൽ ചില ആളുകൾക്ക് ഹാളുകൾ, ബാക്കിയെന്തോ ആടിനെ അവർക്ക് ഇഷ്ടമാണ്, പോത്തിനെ ഇഷ്ടമാണ്, പശു എന്ന് പറയുന്നത്. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. നോക്കൂ, നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ പച്ചക്ക് പറ്റിക്കുകയാണ് ഉപദേശികൾ ചെയ്തത്. കാരണം ഒരു ശ്ലോകത്തിന് 4 വരിയുണ്ട്, 4 വരി എഴുതി കൊടുക്കട്ടെ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതാണ് പൂർണ്ണമായിട്ട്. സ്വസ്തി, എല്ലാവർക്കും ശാന്തി. പ്രജാഭ്യാം പരിപാലയന്താം, പ്രജകൾ പരിപാലിക്കപ്പെടട്ടെ. എങ്ങനെ? ന്യായേണ മാർഗേണ, ന്യായത്തിന്റെ മാർഗത്തിൽ. ആരാൽ? മഹിം മഹീഷ, ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാരാൽ. ഭൂമി ഭരിക്കുന്ന ഭരണാധികാരികൾ ന്യായത്തിന്റെ മാർഗത്തിൽ നാട് ഭരിച്ചാൽ നാട്ടിൽ എല്ലാവർക്കും ശാന്തിയും സമാധാനം ഉണ്ടാവും. കോമൺ മലയാളം. ഇതിൽ എന്താ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എന്നിട്ട് പറയും ഗോ. ഗോവിന് പല അർത്ഥങ്ങളുണ്ട്, പക്ഷെ ഇവിടെ ഗോ കാർഷികതയുടെ പര്യായമാണ്. കൃഷിയുടെ പ്രതീകമായിട്ട് ഒരു മൃഗത്തെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പോത്തിനെ തിരഞ്ഞെടുക്കുമോ? പന്നിയെ തിരഞ്ഞെടുക്കുമോ? നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കും ഗോ. എന്തുകൊണ്ട്? ഒരു മനുഷ്യൻ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ അശുദ്ധി ഉണ്ടായാൽ ഒരു മൃഗത്തിന്റെ വിസർജ്യം കൊണ്ടാണ് അശുദ്ധിയെ മാറ്റുന്നത്. ചാണക വെള്ളം തളിച്ചിട്ടാണ് അശുദ്ധിയെ മാറ്റുക. യാതൊരു അറപ്പുമില്ലാതെ നമ്മുടെ അമ്മ പെങ്ങന്മാരും നമ്മളും ഒരു വിസർജ്യത്തെ വാരിയെടുത്തുവെങ്കിൽ അന്നും ഇന്നും അത് ചാണകമാണ്. പാലും മോരും തൈരും നെയ്യും വെണ്ണയുമായി ഇതിലേതെങ്കിലും ഒന്ന് ഇന്ന് ഭക്ഷിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അമ്മയുടെ മുലപ്പാലിനൊപ്പം 4 വയസ്സിന് ചുവട്ടിലുള്ള കുഞ്ഞിന്റെ വയറ്റിൽ ദഹിക്കുന്ന ലോകത്തിലെ ഏകപാൽ പശുവിന്റെ പാൽ. അപ്പൊ അന്ന് ബീഫ് ഫെസ്റ്റ് നടക്കുമ്പോ ഞങ്ങളുടെ നാട്ടിലൊരു ബുദ്ധിജീവി പറഞ്ഞു, എന്റെ മോന് കൊടുത്തത് ആട്ടിന്റെ പാലാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിന്റെ മോന് ഗ്രഹിണി എന്നുള്ള അസുഖം ഉണ്ടാവും, അല്ലാത്ത കുഞ്ഞിന്റെ വയറ്റിൽ ഈ ആട്ടിന്റെ പാല് നിൽക്കില്ല. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, അറേബ്യയിലെ കുട്ടികൾ ഒട്ടകത്തിന്റെ പാലല്ലേ? ആര് പറഞ്ഞു? 4 വയസ്സിന് ചുവട്ടിൽ ആഫ്രിക്കയിലും അമേരിക്കയിലും അറേബ്യയിലും ജീവിക്കുന്ന കുട്ടികൾക്ക് പശുവിന്റെ പാലേ പറ്റുള്ളൂ. കാട്ടുപോത്തുണ്ട്, നാട്ടുപോത്തുണ്ട്. കാട്ടുപന്നിയുണ്ട്, നാട്ടുപന്നിയുണ്ട്. കാട്ടുകോഴിയുണ്ട്, നാട്ടുകോഴിയുണ്ട്. പക്ഷെ കാട്ടുപശു ഉണ്ടോ? കാട്ടുപശുവില്ല. പശുവെന്നും മനുഷ്യനൊപ്പം ജീവിച്ചു വളർന്നവരാണ്. അതുകൊണ്ട് ആ സാധുമൃഗത്തിന് അമ്മയുടെ സ്ഥാനം നൽകി ഹിന്ദുക്കൾ കൽപ്പിച്ചു. ഇത് പശു അറിയോ? പശു അറിയോ? ഇത് നമ്മൾ കയറിയിട്ട് പശുവിനെ അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചാൽ ഒരു തൊഴി വെച്ചൊരു പശു. പശുവിന് ഇതറിയില്ല. കാരണം നമ്മളും പശുവും തമ്മിലുള്ള വ്യത്യാസം, നമുക്ക് വിശേഷ ബുദ്ധിയുണ്ട്, മൃഗങ്ങൾക്ക് സാമാന്യ ബുദ്ധി മാത്രമേ ഉള്ളൂ. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ എപ്പോഴും നന്ദിയുള്ളവനാണ്. ഈ തൂവാല താഴെ വീണിട്ട് ഒരാൾ എടുത്തു തന്നാൽ ഞാൻ ഉടനെ പറയും താങ്ക്സ്. അത്ര വലിയ പ്രവൃത്തിയാണോ ഇത്? നന്ദിയുള്ളവരായിരിക്കുക. അതാണ് ഭാരതം പറഞ്ഞു, പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്. കമ്മ്യൂണിസം പറഞ്ഞു, പ്രകൃതിയെ ചൂഷണം ചെയ്യൂ. ഭാരതം പറഞ്ഞു, പ്രകൃതിയെ ദോഹനം ചെയ്യൂ. കറന്നെടുക്കുക. ദോഹനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കറന്നെടുക്കുക. വീട്ടിൽ പശുവിനെ സംരക്ഷിക്കുന്നു, അല്പം പാല് നമ്മുടെ മക്കൾക്ക് വേണ്ടി കറന്നെടുക്കുന്നു. ഗോമാതാവ് എന്ന ഭാവത്തിൽ അതിനെ സംരക്ഷിക്കുകയും അല്പം പാല് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ് ദോഹനം. അപ്പം ഗോക്കൾക്ക്, ബ്രാഹ്മണർക്ക്, ബ്രാഹ്മണൻ. മഹാനായ മഹാത്മാവായ ചട്ടമ്പിസ്വാമി തിരുവടികളാണ് ഈ മഹത്തായ സംഗമത്തിന്റെ മൂലകാരണം. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം പരിശോധിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ ഹിന്ദു സന്യാസിയാക്കാൻ നോക്കുന്നു എന്നാണ് ഇവരുടെ അഭിപ്രായം. ഇതൊരു മൊയ്ലിയാറാണോ? പള്ളിയിൽ ഉസ്താദാണോ ഗുരുദേവൻ? പിന്നെ ഗുരുദേവനെ കുറിച്ച് എന്തറിയാമെന്ന് ചോദിച്ചാൽ ആകെ അറിയാവുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. പിന്നെ ഗുരുദേവൻ എന്താ പറഞ്ഞത്? മതം ഏതായാൽ എന്താ, മനുഷ്യൻ നന്നായാൽ മതി. പിന്നെ ഗുരുദേവൻ സമാധിയായി. ഇങ്ങനെ 2 വാക്കേ ആര് പറഞ്ഞിട്ടുള്ളൂ? ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ, പണ്ട് ഡിവൈഎഫ്ഐക്കാരുടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. വിശക്കുന്നവന് ഭക്ഷണം നൽകാത്ത, വിധവയുടെ കണ്ണുനീരൊപ്പാത്ത ഒരു മതത്തിലും എനിക്ക് വിശ്വാസമില്ല. അടിയിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ അതിന്റെ മേലെ മറ്റു ചിലതുണ്ട്.
ചിക്കാഗോ പ്രസംഗത്തിന് ശേഷം ലോക പ്രശസ്തനായ വിവേകാനന്ദ സ്വാമികൾ ഇംഗ്ലണ്ടിലെത്തിയപ്പോ പാതിരിമാരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂടി. ക്രിസ്ത്യാനിയായ പാതിരിമാരുടെ മുഖത്ത് നോക്കി പച്ചക്ക് പറഞ്ഞു, അല്ലയോ ക്രിസ്ത്യാനികളെ, നിങ്ങൾ ഭാരതത്തിലേക്ക് മതം കയറ്റുമതി ചെയ്യുന്നു. കിഴക്കിന് മതം ധാരാളമുണ്ട്. ഞങ്ങൾക്കിന്ന് ആവശ്യം ഭക്ഷണമാണ്. വിശക്കുന്നവരോട് മതം പറയുന്നത് പരിഹാസ്യമാണ്. വിശക്കുന്നവന്റെ കണ്ണുനീരൊപ്പാത്ത ഒരു മതത്തിലും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അവസാനത്തെ 2 വരിയാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യം. അത് അവർ കട്ടെടുത്തു, അത്രമാത്രം. മലപ്പുറത്ത് യുക്തിവാദികളുടെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അപ്പോഴും വിവേകാനന്ദൻ യുക്തിവാദിയാകുന്നതാണ് നല്ലത്. സ്വാമി വിവേകാനന്ദൻ. കാരണം ഇവർക്കെല്ലാം മാർക്സ് പറഞ്ഞു, എംഗൽസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ആർക്കും വേണ്ട. വിവേകാനന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും. വിവേകാനന്ദ സ്വാമികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഈശ്വരനെ അറിഞ്ഞിട്ടും ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിക്കാത്തതിലും നല്ലത് യുക്തിവാദിയാകുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. അവിടുന്നും ഇവിടുന്നും മുറിച്ചെടുത്ത് പറയുന്നതാണ് ഈ സ്വഭാവം എന്നറിയണം. അതുപോലെയാണ് ശ്രീനാരായണ ഗുരുദേവനെ പറയുമ്പോൾ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ. എന്തായി പൂർണ്ണ രൂപം? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ലതിൽ, ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതി അതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാ. നിങ്ങൾ ഓർക്കണം. ഓർത്താൽ എന്ന വാക്കിന് വേദാന്തത്തിലെ അർത്ഥം ബുദ്ധിയോടുകൂടി ചിന്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓർത്താൽ ഒരൊറ്റ ജാതിയേ ഉള്ളൂ. ഗുരുദേവൻ പറയും, മനുഷ്യാണ മനുഷ്യത്വം ജാതി ജാതിർഗോത്വം ഗവായത. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി, ഗോവിന് ഗോത്വം എന്നതുപോലെ. ആലോചിച്ചു. ഞങ്ങളുടെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം, കണ്ണൂരിൽ സുന്ദരേശ്വര ക്ഷേത്രം, 36 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു ഗുരുദേവൻ. ഒരിടത്തും ചന്ദ്രക്കലയും കുരിശും പ്രതിഷ്ഠിച്ചിട്ടില്ല. കണ്ണാടി പ്രതിഷ്ഠിച്ചു എന്ന് ചിലർ പറയും. കണ്ണാടിയാണോ പ്രതിഷ്ഠിച്ചത്? കണ്ണാടിക്ക് മധ്യത്തിൽ ഏകാക്ഷരം ബ്രഹ്മ പ്രണവാകാര പ്രതിഷ്ഠയാണ് നടത്തിയത്. ആ ഗുരുദേവൻ ആരല്ല? അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒന്നാമത്തെ കൃതിയുടെ പേര് വിനായകാഷ്ടകം എന്നാണ്. വിനായകൻ, ഗണപതിക്ക് അഷ്ടകം എഴുതിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. കൃതികൾ തീർന്നില്ല. ഇടക്കാലത്ത് നമ്മുടെ സുനിൽപിയുടെ ബിന്ദുവിനിട്ട് പണി കൊടുക്കുന്ന ആളാണ്. അയാൾ പറയുകയാണ്, ശങ്കരാചാര്യ സ്വാമികളും ഗുരുദേവനും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. 1000കണക്കിന് വർഷം മുമ്പാണ് ശങ്കരാചാര്യർ, ഗുരുദേവൻ 100 വർഷം മുമ്പുള്ള ചരിത്രമാണ്. എന്താണ് പറഞ്ഞത്? അദ്വൈത വേദാന്തത്തിനെതിരായിരുന്നു ആര്? ഗുരുദേവൻ. അദ്വൈത വേദാന്തത്തിന്റെ കർത്താവാണ് ആര്? ശങ്കരൻ. ശങ്കരനെതിരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞു. പക്ഷെ ഗുരുദേവന്റെ ദൈവദശകത്തിൽ പറയുന്ന ഒരൊറ്റ വരിയുണ്ട്, ഏകമേവം അദ്വിതീയം ബ്രഹ്മ എന്നാര് പറഞ്ഞു? ശങ്കരൻ പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞു, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലങ്ങളും സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച വസ്തുക്കളും ഈശ്വരനാകുന്നു, ഏകമാകുന്നു എന്ന് പറഞ്ഞ ഗുരുദേവനും ശങ്കരനും തമ്മിൽ എന്ത് അഭിപ്രായ വ്യത്യാസം? പക്ഷേ ചട്ടമ്പി സ്വാമികൾ എടുത്ത് അങ്ങനെ ഉദ്ധരിക്കില്ല. അതിനൊരു ചരിത്രമുണ്ട്. ചട്ടമ്പി സ്വാമികളെ ഇവർക്കെല്ലാം വലിയ ഭയമാണ്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുമത ഛേദനം എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്നുവരെ അതിന് മറുപടി കൊടുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ തിരുവിതാംകൂർ ഭാഗത്ത് വർദ്ധിച്ച മതപരിവർത്തനം വന്നു. വിവേകാനന്ദ സ്വാമികൾ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കുതിരവണ്ടി തെളിക്കുന്ന ആള് ഒരു ക്രിസ്ത്യാനി, കഴുത്തിൽ കുരിശൊക്കെ ഉണ്ട്. കുതിരവണ്ടി തെളിച്ചുകൊണ്ടിരിക്കെ ഇയാൾ ശ്രീകൃഷ്ണന്റെ ഭജന പാടാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ വിവേകാനന്ദ സ്വാമികൾ ചോദിച്ചു, എവിടുന്ന് ക്രിസ്ത്യാനി പാട്ട് പഠിച്ചു? എന്റെ പ്രിയപ്പെട്ട സ്വാമിജി, ഞാനൊരു 2 വർഷം വരെ പൊലയനായിരുന്നു. അന്ന് ഈ നമ്പൂതിരിയെ കാണുമ്പോൾ ഞാൻ ഓടി ഒളിക്കണം. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായിരുന്നു. അങ്ങനെ ഞാൻ മതം മാറി ക്രിസ്ത്യാനി ആയപ്പോൾ നമ്പൂരിയുടെ വീട്ടിലെ കാര്യസ്ഥനാക്കി. അങ്ങനെയാണല്ലോ ഞാൻ അങ്ങേ കൂട്ടാൻ വന്നിരിക്കുന്നത്. തൊട്ടുകൂടാത്തവൻ മതം മാറിയ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവനായിട്ട് അവനെ മാറ്റി നിർത്തിയവർ അവന്റെ വീട്ടിലെ കാര്യസ്ഥനാക്കുന്നത് കണ്ടപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമാണ്. സ്വാമിജി പറഞ്ഞു, പരിവർത്തനം വേണം ആചാര്യന്മാരിലൂടെ. പിന്നെ ഒരു നീണ്ട നിര തന്നെ വന്നു. ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, TK മാധവൻ, പണ്ഡിറ്റ് കറുപ്പൻ, ആർ ശങ്കർ, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു, എണ്ണിയാൽ ഒടുങ്ങാത്ത ആചാര്യന്മാരും നവോത്ഥാന നായകന്മാരും വന്നിട്ട് ഹിന്ദുവിന്റെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അങ്ങോട്ട് പരിഹരിച്ചു.
പിന്നെ എന്തിനാ 2025 പഴയ ചരിത്രം ഇങ്ങനെ പറയുന്നത്? എന്തിനാണ് ഹിന്ദുവിൽ നായർ, നമ്പൂതിരി, ഈഴവൻ, പുലയൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹിന്ദുവിൽ ജാതീയതയും തൊട്ടുകൂടായ്മ ഇന്നുണ്ടോ? ഏത് ക്ഷേത്രത്തിലാണ് പുലയനെ പറയനെ കയറ്റാത്തത്? ഞങ്ങളുടെ തൊട്ടടുത്ത വയനാട്ടിൽ 25 ആദിവാസി കുട്ടികളാണ് 6 മാസം കൊണ്ട് അമ്പലത്തിലെ ശാന്തിക്കാരായിട്ട് മാറാൻ പോകുന്നത്. ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ ഏത് സമുദായത്തിൽപ്പെട്ടവനും തന്ത്രവിദ്യ പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാധവജി 50 കൊല്ലം മുമ്പ് സ്ഥാപിച്ചതാ. പിന്നെ എന്തിനാണ് ഇപ്പോഴും പാർട്ടി സെക്രട്ടറിമാരും നേതാക്കന്മാരും പഴയ ജാതീയത പറയുന്നത്? അന്ന് അമേരിക്കയിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നു, അന്ന് അറേബ്യയിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നില്ലേ? സിറിയൻ തെരുവോരങ്ങളിൽ യസീദി പെൺകുട്ടികളെ ഇസ്ലാമിക തീവ്രവാദികൾ 10 വർഷം മുമ്പ് വരെ ചങ്ങലക്കിട്ട് വിറ്റിരുന്നു. അമേരിക്കയിൽ അടിമ കച്ചവടം നിരോധിച്ചത് എബ്രഹാം ലിങ്കനാണ്. എത്ര പേർ മരിച്ചു? അമേരിക്കയിൽ മനുഷ്യന്റെ കഴുത്തിൽ കയറിട്ട് തെരുവോരങ്ങളിൽ വലിച്ചിഴച്ച വിറ്റ ചരിത്രം പറയുവാൻ അമേരിക്കക്കും അറേബ്യക്കും. എല്ലാവരെയും പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്പൂതിരി സമൂഹം നായർ സമൂഹത്തെ പീഡിപ്പിച്ചു, നായർ സമൂഹം ഈഴവന്മാരെ പീഡിപ്പിച്ചു, ഈഴവന്മാർ പുലയന്മാരെ പീഡിപ്പിച്ചു, പുലയൻ പറയനെയും പീഡിപ്പിച്ചു. നമ്മൾ പറയാറുണ്ട്, പുല്ല് പുൽച്ചാടി നിന്നു, പുൽച്ചാടിയെ തവള നിന്നു, തവളയെ പാമ്പ് നിന്നു, പാമ്പിനെ കീരി നിന്നു എന്ന് പറയാറില്ലേ? എല്ലാവരും പരസ്പരം പീഡിപ്പിച്ചുകൊണ്ട് പവിത്രമായി ഈ ധർമ്മം ഒരുപാട് മൂല്യശോഷണങ്ങൾ നേരിട്ടു. നമ്മൾ കേട്ടിട്ടില്ലേ? ആമരമീ മരമെന്നോതി അമരത നേടിയ വനവേടൻ കടത്തുകാരനെ കെട്ടിപ്പുണരും കാനനഗാമി ഭൂപാലൻ അരയത്തി പെൺ പെറ്റ മകൻ വേദം 4 പകുത്തവൻ പറച്ചി പെറ്റൊരു പന്തിരുകുലവും തോൾ ചേർന്നമരും നാടാണേ. പറച്ചി പെറ്റ പന്തിരുകുലം. ഒന്നാമത്തവൻ അഗ്നിഹോത്രി. നാരായണത്ത് ഭ്രാന്തൻ എന്ന കഥ കേട്ടില്ലേ? ചാത്തമൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്ങൾ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ. അഗ്നിഹോത്രിയുടെ ഇല്ലപ്പറമ്പിൽ ഞങ്ങൾ ചാത്തന്റെ ഊട്ട് നടത്തുവാൻ വേണ്ടി ഒന്നു ചേരും. ആരൊക്കെയാ? ചാത്തനും പാണനും പാക്കനാരും പെരുന്തച്ഛനും നായരും വള്ളുവോനും ഉപ്പുകൊറ്റനും രജകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും, വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും. നാരായണത്ത് ഭ്രാന്തൻ പറയുകയാണ്, വരരുചിയുടെ 12 മക്കളെ പരിശോധിക്കുമ്പോൾ നായര്, ഉപ്പുകൊറ്റൻ, രജകൻ, വള്ളുവൻ എല്ലാവരും അതിൽ ഉണ്ടായിരുന്നു എന്നറിയണം. കൃഷ്ണദ്വൈപായനൻ പരാശര മഹർഷിക്ക് സത്യവതിലുണ്ടായ മകൻ. അനാദിയായ ശ്രുതി എന്ന് വിളിച്ച വേദത്തെ, അറിവിന്റെ സഞ്ചയത്തെ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4ആയിട്ട് വ്യസിച്ചു. അതോടുകൂടി കൃഷ്ണദ്വൈപായന്റെ പേര് മാറി. വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം, വേദവ്യാസനായി മാറി അദ്ദേഹം. ആ വേദവ്യാസന്റെ ജാതി നോക്കിയാൽ, നിങ്ങൾ ജാതി നോക്കുന്നവരാണല്ലോ, നിങ്ങളല്ല, നമുക്ക് പുറത്തുള്ളവർ, ഹിന്ദുവിനെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നവർ, മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ ചരിത്രത്തെ മറന്നു പോകരുതെന്ന് മാത്രം. ആ ഹിന്ദുവിനെ തമ്മിലടിപ്പിക്കുവാൻ നോക്കുന്നവർ ജാതി ചോദിച്ചാൽ ഞങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദം പകുത്തതൊരു മുക്കുവനായിരുന്നു. ആരാണ് വാൽമീകി? കഥ കേട്ടിട്ടുണ്ട് നമ്മൾ. രത്നാകരൻ എന്ന കാട്ടാളൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആദിവാസി, നമ്മൾ പറയും വനവാസി സഹോദരങ്ങൾ. രത്നാകരൻ വാൽമീകിയായി മാറി. ഇനി ഗുരുവായൂരപ്പന്റെ ജാതി ഏതാ? OBC അല്ലേ ഗുരുവായൂരപ്പൻ? യാദവ കുലവംശജൻ. ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഭഗവാന്റെ ജാതി പറയാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ പറയുന്നു ഹിന്ദു ഇല്ല, ജാതി മാത്രമേ ഉള്ളൂ. ഹിന്ദു ഉണ്ട്, ജാതി രണ്ടാമതാണ്, സമുദായമാണ്. ഇപ്പൊ ഹിന്ദുക്കള് കല്യാണം കഴിക്കുമ്പോഴേ സമുദായം നോക്കാറുണ്ട്. ഹിന്ദുവിന് ഐക്യമില്ല എന്നൊരിക്കലും നമ്മൾ പറയരുത്. നമ്മളെപ്പോലെ ഐക്യമുള്ള ഒരു ജനത ഇവിടെയില്ല. പുലയനും പറയനും നായരും നമ്പൂതിരിയുമായിരിക്കാം, പക്ഷേ ശബരിമലക്ക് പോകാൻ 41 സുഹൃത്ത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എന്റെ തൊട്ടടുത്ത നാട്ടില് ഒരു കുമാരേട്ടൻ എന്ന് പറയുന്ന പുലയ സമൂഹത്തിൽപ്പെട്ട ആളാണ് ഗുരുസ്വാമി. മണ്ഡലമാസമാകുമ്പോൾ അദ്ദേഹം ആദ്യം മാലയിടും. ആ ഗുരുസ്വാമിയുടെ പാദങ്ങളിൽ വീട് നമസ്കരിച്ചുകൊണ്ട് ദീക്ഷമാകുവാൻ അവിടുത്തെ നമ്പൂതിരിയും നായരും ഉണ്ടാകും, ഈഴവനുണ്ടാകും. ഇത് പുലയനാണെന്ന് ഹിന്ദുക്കൾ നോക്കാറില്ല. ഹിന്ദു അത്രയേറെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. 25 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളുള്ള ഈ ഭാരതത്തിൽ ഏത് ക്ഷേത്രത്തിലാണ് ഇന്ന് ജാതീയതയും തൊട്ടുകൂടായ്മയുള്ളത്?
അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക വൈശാലി ദ്വാരകാധ്യേയ പുരി തക്ഷശില ഗയ പ്രയാഗ പാടലീപുത്രം വിജയാനഗരം ഇന്ദ്രപ്രസ്ഥം സോമനാഥം. എവിടെയാണ് സുഹൃത്തുക്കളെ ജാതി ചോദിക്കുന്നത്? എവിടെയാണ് തൊട്ടുകൂടായ്മ വേണ്ടത്? അപ്പോൾ ചില ബുദ്ധിജീവികൾ പറയും, ഉത്തർപ്രദേശിലെ ജംഗ്ഷനിൽ ഒരു അമ്പലമില്ലേ, അവിടെ ജാതി ചോദിക്കും. ഇങ്ങനെ അധപ്പതിച്ചു പോയ ആശയങ്ങൾ പറയുന്നവരും ഉദാത്തമായ ആശയങ്ങൾ പറയുന്നവരും തമ്മിലുള്ള വർത്തമാനകാല സംഘർഷത്തിൽ എന്താണ് വിജയിക്കേണ്ടത്? ഉദാത്തമായ ആദർശം മാത്രമാണ് വിജയിക്കേണ്ടത്. കാരണം ലോക കല്യാണമാണ് ഹിന്ദുത്വം. പക്ഷേ വി ഡി സവർക്കർ പറയുകയുണ്ടായി, സദ്ഗുണ വൈകൃതികൾ കൂടിയാണ് ഹിന്ദുക്കൾ. ഗുണമങ്ങ് കൂടി 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 അതങ്ങ് വൈകൃതമായി പോയി. എന്റെ ഗ്രാമത്തിൽ 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു വാർഡിൽ നിന്നാണ് ഞാൻ വരുന്നത്. 30% ഹിന്ദുക്കളും 70% മുസ്ലിങ്ങളാണ് താമസിക്കുന്നത്. വളരെ കാമൻ ക്വയറ്റായിട്ടുള്ള ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നത്. ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ ക്രിസ്ത്യാനി എന്റെ നാട്ടിലില്ല. എന്നാൽ ക്രിസ്മസ് ആകുന്നതിന്റെ 10 ദിവസം, ഒരു മാസം മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ ഹിന്ദു വീടുകളിൽ ഒരു നല്ല ശതമാനത്തിലും നക്ഷത്രം തൂക്കും, പുൽക്കൂടുണ്ടാകും. ഈ നക്ഷത്രം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. അതിന്റെ കരണ്ടിന്റെ പൈസയും നമ്മൾ തന്നെ കൊടുക്കണം. യേശുവിനെ യേശുദേവൻ എന്ന് വിളിക്കാൻ ഹിന്ദുവിനറിയാം. എല്ലാവരെയും ആദരിക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഹിന്ദുവിനറിയാം. പിന്നെ എങ്ങനെയാ പാകിസ്ഥാൻ ഉണ്ടായത്? എങ്ങനെ പാകിസ്ഥാൻ ഉണ്ടായി? 940 കാലഘട്ടത്തിൽ 30 കാലഘട്ടത്തിൽ ജിന്നയും അലി സഹോദരന്മാരൊക്കെ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഭാരതം എന്ന രാജ്യത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ പറയും പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭാരതത്തെ വെട്ടിമുറിച്ച് ഇസ്ലാമിന് ഒരു ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, എന്നെ വെട്ടിമുറിച്ചതിന് ശേഷം മാത്രമേ ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ ഞാൻ അനുവദിക്കൂ എന്ന്. നെഹ്റുജി പറഞ്ഞു, ലീഗ് ഒരു ചത്ത കുതിരയാണ്, വിഭജനം ജിന്നയുടെ ദിവാസ്വപ്നം മാത്രമാണെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ രണ്ടുപേരുടെയും കൺമുന്നിൽ വെച്ച് ഭാരതമാതാവ് വെട്ടിമുറിക്കപ്പെട്ടല്ലോ. ഒരു കയ്യിൽ ഭഗവത്ഗീതയും മറുകയിൽ തുളസിമാലയുമായിട്ട് 920 കാലഘട്ടത്തിൽ ഭാരതത്തിലേക്ക് ഇറങ്ങി വന്ന മഹാത്മാഗാന്ധിയെ ഭാരതത്തിന് പരിചയമുണ്ടായിരുന്നില്ല. ലാലാ ലജ്പത് റായിയും ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകനും ഒഴിച്ചിട്ട സ്വരാജ്യം എന്റെ ജന്മാവകാശമാണെന്ന വിപ്ലവത്തിന്റെ മണ്ണിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ അഭിനിവേശവുമായിട്ട് മഹാത്മാഗാന്ധി ഇറങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു, അങ്ങെവിടെയാണ്? അപ്പോൾ ഞാൻ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒരു കയ്യിൽ ഭഗവത്ഗീതയും മറുകയിൽ തുളസിമാലയുമായിട്ട് വന്ന മഹാത്മാഗാന്ധിയെ സ്വീകരിച്ചപ്പോൾ ജനങ്ങൾ ചോദിച്ചു, ഗാന്ധിജി, സായിപ്പിനെ ഓടിച്ചിട്ട് നമ്മളിപ്പോ ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്? മഹാത്മജി പറഞ്ഞു, രാമരാജ്യം. ലോകപ്രശസ്തമായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. സായിപ്പ് ഈ മണ്ണിൽ നിന്ന് വിട്ടുപോയാൽ നാം ഉണ്ടാക്കാൻ പോകുന്ന രാജ്യത്തിന്റെ പേര് രാമരാജ്യം. രാമരാജ്യം എന്ന് പറഞ്ഞാൽ ധർമ്മരാജ്യം, സത്യരാജ്യം. ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി നിർഗർഭിണിയായ ഭാര്യയെ പോലും കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടി വന്ന ആ ധർമ്മരാജ്യം കൈവരും സായിപ്പ് ഈ മണ്ണ് വിട്ട് പോയാൽ. 1947 ജൂൺ 3 അവസാനത്തെ വൈസ്രോയായ മൗണ്ട് ബാറ്റൻ പ്രഭു ജൂൺ 3 പ്ലാൻ പ്രഖ്യാപിച്ചു. ആകാശവാണിയിലൂടെ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യ വിടുകയാണ്. ഇന്ത്യയെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. ഒന്ന് ഇന്ത്യൻ യൂണിയൻ, ഒന്ന് പാകിസ്ഥാൻ യൂണിയൻ. 1947 ജൂൺ 20 അടിയന്തരമായ AICC സമ്മേളനം ലാഹോറിൽ, ഇന്നത്തെ പാകിസ്ഥാന്റെ ലാഹോറിൽ ചേർന്നു. ഭാരതത്തെ വെട്ടിമുറിക്കരുത് എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഭാരതത്തിന്റെ വിഭജനത്തെ തടയുവാൻ നമുക്ക് കഴിഞ്ഞില്ല. ഭാരതമാതാവ് വെട്ടിമുറിക്കപ്പെട്ട് ഇസ്ലാമിക പാകിസ്ഥാനും മതേതര ഇന്ത്യ ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, ഇസ്ലാമിക പാകിസ്ഥാൻ ഇന്ന് പട്ടിണിയിലാണ്. എന്തുകൊണ്ടാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുന്നത്? അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ന് ശ്രദ്ധിക്കുന്ന മയക്കുമരുന്നിലാണ്. 2000 നോട്ട് മോദിജി എടുത്തു കളഞ്ഞു, 1000 നോട്ട് എടുത്തു കളഞ്ഞു. കള്ളനോട്ട് അടിക്കാൻ കഴിയുന്നില്ല. ഇനി 500 നോട്ട് എടുക്കും. പരിതപിച്ചിട്ട് കാര്യമില്ല. ഡിജിറ്റൽ ഇന്ത്യ, രാജ്യത്തിലെ ക്രയവിക്രയം എല്ലാം ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ കള്ളനോട്ടില്ല, കള്ളപ്പണമില്ല. രാജ്യം സാമ്പത്തിക ശക്തിയായി കുതിക്കണമെങ്കിൽ കള്ളനോട്ടും കള്ളപ്പണവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇന്ന് ശ്രദ്ധിക്കുന്നത് എവിടെയാണെന്ന് മാത്രം, മയക്കുമരുന്ന് ബിസിനസ്സിലാണ് എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, 947 ശേഷം 75 വർഷങ്ങൾ പിന്തുടരുമ്പോഴും ഈ ഭാരതം അതിന്റെ സത്വബോധത്തെ പരിപൂർണമായിട്ട് വീണ്ടെടുത്തിട്ടില്ല. ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട് നാം മലയാളികൾ. എന്തെല്ലാം രാഷ്ട്രവിരുദ്ധ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മീശ എന്ന നോവൽ. ഞാനിത് പൈസ കൊടുത്ത് മേടിച്ചതിൽ സങ്കടപ്പെട്ടു പോയ 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ഇതായിരുന്നു, മീശ. 150 രൂപ കൊടുത്ത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മീശ വാങ്ങി ഒരു സംവാദത്തിന് വേണ്ടിയിട്ടാണ്.
ആ മീശയിൽ ഒരു കഥാപാത്രം രാവിലെ രണ്ടുപേർ നടന്നു പോകുന്നു. അപ്പൊ ഒന്നാമൻ ചോദിക്കുകയാണ്, കുളിച്ചൊരുങ്ങി സെറ്റ് സാരി ഉടുത്തുകൊണ്ട് വരുന്ന ഹിന്ദു സ്ത്രീകളെ കണ്ടപ്പോൾ ഒന്നാമൻ രണ്ടാമനോട് ചോദിക്കുകയാണ്, ഇവരെവിടുന്ന രാവിലെ വരുന്നത്? അത് അവർ അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. ഇവരെന്തിനാണ് അമ്പലത്തിൽ പോയത്? അത് ഭഗവാനെ നമസ്കരിക്കാൻ പോയതാണ്. അല്ല, ഇവർ ലൈംഗിക ആസക്തി തീർക്കുവാൻ ശാന്തിക്കാരനെ കാണാൻ പോയതാണ്. നോക്കൂ, എവിടെ? ഇവിടെ. മലയാള സാഹിത്യത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു ഇയാൾക്ക്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും. ആരാണ് എഴുത്തച്ഛൻ? രാമനെ നമുക്ക് പരിചയപ്പെടുത്തിയ കാരണനായ ഗണനായകൻ, ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി, ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ, മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മേൽ, വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്കെ, കേണാങ്കാനനെ യഥാ കാനനേ ദിഗംബരൻ. എത്ര മനോഹരമായ വാക്കുകൾ! ഇത് എഴുത്തച്ഛന്റെ വാക്കുകളാണ്. 60% സംസ്കൃതവും 30% മലയാളത്തെയും എടുത്ത് വാൽമീകി രാമായണത്തിന്റെ ആശയത്തെ ഒട്ടും ചോർന്നു പോകാതെ 2000-ഓളം ശ്ലോകങ്ങളിൽ വ്യാഖ്യാനിച്ച മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛന്റെ പേരിലുള്ള അവാർഡ് ഈ ഭരണകൂടം കഴിഞ്ഞ 4 വർഷം മുമ്പ് കൊടുത്തത്, എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തത് ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് ലൈംഗിക ആസക്തി തീർക്കണമെന്ന് പറഞ്ഞവനാണ്. മീശ എന്ന നോവലിനാണ്. ലജ്ജിക്കണ്ടേ മലയാളി? ആലോചിച്ചു നോക്കൂ. ഒരായുഷ്കാലം മുഴുവൻ കമ്മ്യൂണിസത്തിന് വേണ്ടി പടപ്പാട്ടുകളും വിപ്ലവ കഥകളും എല്ലാം രചിച്ച് നമ്മുടെ മനസ്സിൽ അന്തചിത്രം ഉണ്ടാക്കിയ ഒരു കവി ഉണ്ടായിരുന്നു, വയലാർ. വയലാറിന്റെ രാവണപുത്രി കേട്ടിട്ടില്ലേ? അനേകം രാമായണങ്ങളുണ്ട്. അതിലൊരു രാമായണമാണ് തമിഴ്നാട്ടുകാരന്റെ കമ്പരാമായണം. ഈ കമ്പരാമായണത്തിൽ 6 കാണ്ഡങ്ങളേ ഉള്ളൂ. കമ്പരാമായണത്തിലാണ് സീതാദേവിയുടെ അച്ഛൻ രാവണനാണെന്ന് പറയുന്നത്. മകളോടുള്ള ഇഷ്ടം മൂത്തിട്ടാണ് പുഷ്പവിമാനത്തിൽ മകളെ തട്ടിക്കൊണ്ടുപോയത് എന്നും പറയുന്നു. അതുകൊണ്ട് രാമനോട് അവർക്ക് വലിയ താല്പര്യമില്ല. സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനൊക്കെ സനാതനധർമ്മത്തെ കൊന്നുകളയും എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാ? അവർക്ക് രാമനോട് താല്പര്യമില്ല, അവർക്ക് രാവണനോടാണ് താല്പര്യം. അതിനും നമ്മൾ ഹിന്ദുക്കൾ അംഗീകരിക്കുന്നവരാണ്. കമ്പരാമായണത്തെ നമ്മൾ തള്ളിക്കളയുന്നില്ല. ആനന്ദരാമായണം, അത്ഭുത രാമായണം, തുളസി രാമായണം, ഞങ്ങളുടെ മലബാറിലൊരു രാമായണം ഉണ്ട്, മാപ്പിള രാമായണം. മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലുണ്ടാക്കിയ രാമായണം. പക്ഷേ ആദികാവ്യം, മൂലഗ്രന്ഥം വാൽമീകി രാമായണം. ആ വാൽമീകി മഹർഷി രചിച്ച രാമായണത്തിലെ രാമൻ മനുഷ്യനാണ്. എന്നാൽ അധ്യാത്മ രാമായണത്തിലെ മനുഷ്യൻ ദേവനാണ്. ഭക്തിയുടെ നിറകുടം അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ട് കാവ്യഭംഗിയോടുകൂടി അവതരിപ്പിച്ചു. ഇതുപോലെ തന്നെയാണ് അതിമനോഹരമായ ഭാഷയാണ് ആരുടേത്? വയലാറിൻ്റെത്. വയലാർ രാവണപുത്രിയായിട്ട് അവതരിപ്പിച്ചത് കേട്ടാൽ നമുക്ക് വയലാറിനോട് വെറുപ്പൊന്നും പിടിക്കില്ല. താടകയെ അവതരിപ്പിച്ചു. താടകയെ രാമന്റെ കാമുകിയാക്കി. ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീ തീരത്ത് ശ്രീരാമചന്ദ്രൻ ഉറങ്ങവേ, കാട്ടിലൂടെ അനങ്ങാതെ ഒച്ചയുണ്ടാക്കാതെ ഒട്ടുവളകൾ കിലുക്കാതെ ഏകയായി ദാശരഥിതൻ അരികത്തനുരാഗദാഹ പരവശയായി വന്നു താടക. ഞാൻ വടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾവരയെത്തി കിടന്ന കാർക്കുന്തലിൽ ഹേമാംഗങ്ങളിൽ താടകതൻ തളിർത്താമരമൊട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർത്ഥസുത്താന്തർവികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ. താടക രാമനെ ചുംബിച്ചു. ആലോചിച്ചു നോക്കൂ, ഇതിനും എല്ലാത്തിനും ഒരു പരിധി വേണ്ടേ? താടക എന്ന് പറയുന്ന ഘോരരൂപിണി ഭയങ്കരി വൻമല ചിറകറ്റ് വീഴുന്നത് പോലെ വന്നു വീണു അവളുടെ ശവശരീരമെന്ന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറഞ്ഞ, വാൽമീകി പറഞ്ഞ ആ താടക ദ്രാവിഡ രാജകുമാരിയാണ്. പിന്നെ നമ്മളൊക്കെ ആര്യന്മാര്. നമ്മൾ എവിടുന്നാ വന്നത്? മധ്യപൂർവേഷ്യയിൽ നിന്ന് ഹിന്ദുക്കുഷ് പർവ്വതം വഴി വന്നിട്ട് ഇവിടെയുള്ള ദ്രാവിഡന്മാരെ തോൽപ്പിച്ചിട്ട് നമ്മൾ മെക്കാളെ പ്രഭു ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. എന്നിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ഭാരതത്തിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു. ഞാനൊരു യാചകനെ കണ്ടില്ല, ഞാനൊരു മോഷ്ടാവിനെ കണ്ടില്ല. ഭാരതത്തെ ഭാരതമായി നിലനിർത്തുന്നത് അതിന്റെ വിദ്യാഭ്യാസ പദ്ധതിയാണ്, തകർക്കണം അതിനെ. അപ്പോഴാണ് മെക്കാളെ പ്രഭു നമ്മുടെ വേദങ്ങളെ വ്യാഖ്യാനിച്ചു.
മധ്യപൂർവേഷ്യയിൽ നിന്നും ഹിന്ദുക്കുഷ് പർവ്വതം വഴി ഭാരതത്തിൽ വന്ന് ഇവിടെയുള്ള ആദിവാസികൾ എന്ന് പറയുന്ന ദ്രാവിഡന്മാരെ തോൽപ്പിച്ച് ഇവിടെ അധികാരം സ്ഥാപിച്ച ആര്യന്മാരാണ് നിങ്ങൾ. നിങ്ങൾ വരുത്തന്മാരാ, ഞങ്ങളും വരുത്തന്മാരാണ്. നിങ്ങൾ 1000 കൊല്ലം മുമ്പ് വന്നു, ഞങ്ങൾ 100 കൊല്ലം മുമ്പ് വന്നു. നമുക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ട മണ്ണല്ലെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ 9ാം ക്ലാസ്സിൽ ഇപ്പോഴും പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. അങ്ങനെ താടകയെ കൊണ്ട് ചുംബിപ്പിച്ചു, രാവണന്റെ പുത്രിയായിട്ട് സീതയെ അവതരിപ്പിച്ചു, ഒക്കെ പറഞ്ഞ വയലാറ് മരിക്കുന്നതിന് ഏതാനും വർഷം മുമ്പ് അദ്ദേഹത്തിന് കുറ്റബോധം വല്ലാതെ ഉണ്ടായി. ഇപ്പൊ MD വാസുദേവൻ നായർ മരിക്കുന്നതിന്റെ ഭഗവതിയുടെ മുഖത്തേക്ക് കാറി തുപ്പിച്ചു. ആരെ കൊണ്ട്? നിർമാല്യത്തിൽ, വെളിച്ചപ്പാടിനെ കൊണ്ട്. പക്ഷേ മരിക്കുന്നതിന്റെ ഒരു 10-20 വർഷം മുമ്പായിട്ട് ഈ MD വാസുദേവൻ നായർ ഗുരുവായൂരും ശബരിമലയും ഈ കടാമുഴി തന്നെയായിരുന്നു. ഇവർ സിനിമയിലൂടെ പലതും ചെയ്തു. ഇത് കണ്ടിട്ട് ഒരുപാട് യുവാക്കൾ ഹിന്ദുവിനെ ഉപേക്ഷിച്ചു. വയലാർ ജീവിച്ചിരിക്കുന്ന കാലത്ത്, നല്ല കഥകളും കവിതകളും എഴുതുന്ന കാലത്ത് ഒരുപാട് പണി ഹിന്ദുവിന് കൊടുത്തു. പക്ഷെ അവസാനം അദ്ദേഹം പറഞ്ഞു, വാളല്ലൻ സമരായുധം ജനജനദ്വാനം മുഴക്കിയിടുവാനാളല്ല, എൻ കരവാളു വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ വിപ്ലവം വിറ്റു. വാളല്ലൻ സമരായുധം ജനജനദ്വാനം മുഴക്കിയിടുവാൻ ആളല്ല, എന്റെ കരവാള് വിറ്റിട്ട് ഞാൻ സരസ്വതി ദേവിയുടെ കയ്യിൽ കിടക്കുന്ന ഒരു പൊൻവീണ വാങ്ങിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആരണ്യാന്തരകരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോധാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ തേടി ആരണ്യകങ്ങളിൽ അലഞ്ഞ മഹർഷിമാരുടെ ചൈതന്യമാണ് എന്റെ ദർശനമെന്നും വാളല്ലൻ സമരായുധമെന്നും വയലാർ പ്രഖ്യാപിച്ചു. വയലാറിന് തിരിച്ചറിവുണ്ടായത് പ്രായമേറെ കഴിഞ്ഞപ്പോഴാണ് എന്ന് മാത്രം. അങ്ങനെ KPAC-യും വയലാറും MD-യും മുകുന്ദനും എല്ലാവരും ചേർന്ന് ഈ മണ്ണിന്റെ ധർമ്മത്തെ, ഈ മണ്ണിന്റെ സംസ്കാരത്തെ, ഈ മണ്ണിന്റെ ഇതിഹാസങ്ങളെല്ലാം വക്രീകരിച്ചു. 2ാം ഊഴം എഴുതി MD. 2ാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ഭീമന. ഭീമൻ ഗഡോൽക്കഥൻ കൊല്ലപ്പെട്ട രാത്രി ഭീമൻ ആ കൂടാരത്തിന്റെ അടുത്തുകൂടി നടക്കുമ്പോൾ ശ്രീകൃഷ്ണനും അർജുനും രഹസ്യം പറയുന്നു. ഇതാണ് രഹസ്യം. ഇതാണ് ഗഡോൽക്കഥനെ കൊല്ലിക്കുവാൻ കർണന്റെ കയ്യിലെ വേലുപയോഗിക്കേണ്ടി വന്നു. ഗഡോൽക്കഥനെ കൊല്ലിക്കുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് ഭീമൻ കേട്ടു പറയുന്നത്. കാട്ടുപെണ്ണിൽ പിറന്ന മകനാണ് ഭീമന്, ഇടുമ്പിയിൽ പിറന്ന മകനാണ് ഗഡോൽക്കഥൻ. സവർണ മേധാവിയായ ശ്രീകൃഷ്ണൻ പറയുന്നു, ഈ ആദിവാസി സ്ത്രീയിൽ പിറന്ന കുട്ടിയെ കൊണ്ടുവന്ന് ഞാനായിട്ട് കൊല്ലിച്ചതാണ് എന്ന്. പക്ഷെ അഭിമന്യു മരിച്ചിട്ടുണ്ട്. പഞ്ചപാണ്ഡവന്മാരുടെ മുഴുവൻ മക്കളും യുദ്ധത്തിന് ശേഷവും മരിച്ചിട്ടുണ്ട്. അതെന്തി കണ്ടില്ല. പക്ഷെ ഒരു ഗഡോൽക്കഥന്റെ മരണം മാത്രം 2ാം ഊഴത്തിൽ MD ആഘോഷിച്ചു. ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ എല്ലാം നാട്ടിൽ ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, വടക്കൻ വീരകഥ. അതിൽ നായകന്മാർ മുഴുവൻ ഞങ്ങളുടെ ഹീറോസ് ആയിരുന്നു. ആരോമൽ ചേവകറും ഉണ്ണിയാർച്ചയും എല്ലാം ഞങ്ങളുടെ നാട്ടുകാരാണ്, വടകരക്കാരാണ്. സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോ നമ്മൾ ചന്തുവിനെ സ്നേഹിച്ചു. ആരോമൽ ചേവകരെയും ഉണ്ണിയാർച്ചയും നമ്മൾ വെറുക്കാൻ തുടങ്ങി. അങ്ങനെ ഹിന്ദുവിനിട്ട് ഒരുപാട് പണികൾ വന്നു ഈ കേരളത്തിൽ. എല്ലാത്തിനെയും ഹിന്ദുക്കൾ അതിജീവിച്ചു. അതാണ് ഹിന്ദുവിന്റെ പ്രത്യേകത. പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ലോകത്തെ കാണിക്കാൻ കഴിയുമോ? രാമന്റെ കാലത്ത് രാവണനുണ്ട്, കൃഷ്ണനുണ്ടെങ്കിൽ കംസനുമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തിലാണ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല. ജനിച്ചുടൻ വസുദേവൻ കൂട്ടയിൽ ചുമന്ന് യമുനാ നദി കടന്ന് നന്ദനോദ്യാനത്തിൽ എത്തിച്ചു. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു, ഇക്കുഞ്ഞിനെ അവിടെ വെച്ചു. 6 മാസം പ്രായമുള്ള ഭഗവാനെ മുല കൊടുത്തു കൊല്ലുവാൻ വേണ്ടി ഒരുത്തി വന്നു, പൂതന. അവളുടെ മുല കുടിച്ചു കൊന്നു കളഞ്ഞു ഭഗവാൻ. പ്രിയമുള്ളവരെ, 33 കോടി ദൈവങ്ങളുടെ കയ്യിലേക്ക് നോക്കണം. വിഷ്ണുവിന് 4 കൈകളാണ്. ഒന്നാമത്തെ കയ്യിൽ ശംഖ് ഒരു ജലജീവിയാണ്. മാംസത്തെ മാറ്റി ശംഖൂതിയപ്പോൾ വേദാന്തം ഓങ്കാരം പുറത്തേക്ക് വന്നു. ഓം ഏകാക്ഷരം ബ്രഹ്മ, വിജ്ഞാനത്തിന്റെ പരമോന്നതമായ പദം ശംഖ്. 2ാമത്തെ കയ്യിൽ ചക്രം എന്ന് പറഞ്ഞാൽ അസ്ത്രം.
ദൂരെയുള്ള ശത്രുവിനെ നിഗ്രഹിക്കുന്നത് അസ്ത്രം, കയ്യിൽ പിടിച്ചുപയോഗിക്കുന്നത് ശസ്ത്രം, മൂന്നാമത്തെ കയ്യിൽ ഗദയ, നാലാമത്തെ കയ്യിൽ താമരയാണ്. താമര വളരുന്നത് ചെളിയിലാണ്. പക്ഷെ ചെളിയുടെ യാതൊരു ദുർഗുണങ്ങളും താമരയെ സ്പർശിക്കുന്നില്ല. ചെളിയിൽ വളരുമ്പോഴും താമരയാണ് പൂജാപുഷ്പങ്ങളിൽ ഒന്നാമൻ. ഒരു കൈയിൽ ശംഖും മറുകൈയിൽ ചക്രവും മൂന്നാമത്തെ കൈയിൽ ഗദയും നാലാമത്തെ കൈയിൽ താമരയും വഹിച്ച ഭഗവാൻ പഠിപ്പിക്കുന്നു, അസ്ത്രവും ശസ്ത്രവും ഇല്ലെങ്കിൽ ശംഖും ഉണ്ടാവില്ല, താമര ഉണ്ടാവില്ല. നിങ്ങൾക്ക് ശംഖും താമരയും നിലനിൽക്കണമോ? ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണി. വന്ദേ മാതരം വെട്ടിമുറിച്ചു. വന്ദേ മാതരം, അമ്മയ്ക്ക് വന്ദനം. ആ വന്ദേ മാതരത്തിലെ ആദ്യത്തെ പല്ലവിയും ഒരനുപല്ലവിയും നമുക്കറിയുള്ളൂ. ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണി. അറിയില്ല. ശ്യാമളാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണീ ഭരണീ മാതരം വന്ദേ മാതരം. നമുക്കറിയില്ല. എല്ലാം വെട്ടിമുറിച്ചു സ്വതന്ത്ര ഭാരതത്തിൽ. അമ്മയെ വെട്ടിമുറിച്ചതുപോലെ തന്നെ വന്ദേ മാതരത്തെയും നഷ്ടപ്പെട്ടത് ഓരോന്നും തിരിച്ചു പിടിക്കുന്ന ഹിന്ദു ഈ 113ാമത് വർഷത്തിൽ ഈ മഹത്തായ ഹിന്ദു ഏകതയെ ആചരിക്കുമ്പോൾ നാം അറിയണം, ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പവിത്രമായി ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമായിരുന്നില്ല. ആദിവാസി പെൺകുട്ടിയെ കല്യാണം കഴിക്കുവാൻ ഭീമൻ അന്നത്തെ നിയമം തടസ്സമായിരുന്നില്ല. അർജുനന്റെ ഒരു ഭാര്യയുടെ പേര് ഉലൂബി എന്ന മത്സ്യകന്യകയായിരുന്നു. അംഗരാജ്യത്തിലെ രാജാവായി കർണനെ വാഴിക്കുവാൻ ധൃതരാഷ്ട്രക്കും ദുര്യോധനും തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നറിയണം. എന്നാൽ പിന്നീട് എവിടെയോ വെച്ച് ഒരു ദുർഘടഘട്ടത്തിൽ ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വന്നു. ഹിന്ദുക്കളായിട്ട് അത് മാറ്റി. 924 വൈക്കം സത്യാഗ്രഹം 100 വർഷം കഴിഞ്ഞു. 931 ഗുരുവായൂർ സത്യാഗ്രഹം, 936 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ദേശത്തിലെ സകല ക്ഷേത്രങ്ങളും സകല ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്ത ക്ഷേത്രപ്രവേശന വിളംബരത്തെ ചുറ്റിപ്പറ്റി 42 കൊച്ചിയിലും അങ്ങോട്ട് മലബാറിലുമെല്ലാം ക്ഷേത്രപ്രവേശന വിളംബരങ്ങൾ നടന്നു. അതായത് ഹിന്ദുക്കളെ കുറിച്ച് അന്ന് പാട്ടുപാടി. പരമ്പൊരുളൊന്നേ രണ്ടില്ല, ഉണ്മയുമൊന്നേ പലതില്ല, ഹരിയും ഹരനും ഹരിഹരസുതനും അതിനുടെ പലതാം രൂപങ്ങൾ, ദർശകരനവധിയുണ്ടാവാം, ദർശന വിവിധതയുണ്ടാകാം, എങ്കിലും അഖിലരുമൊന്നായൊഴുകും ഹിന്ദു ഭഗീരഥി ഒന്നാണേ. അജ്ഞരെ അവശരെ ആർത്തരെ നാം തുണ ചെയ്തൊപ്പമുയർത്തിടാം, അവരുടെ ഉള്ളിലുറഞ്ഞു നശിക്കും അജയ്യ ശക്തിയുണർത്തിടാം. അന്ത്യജനഗ്രജനില്ലിവിടെ, വർഗം വർണ്ണം മരുതിവിടെ, സകലരു അമ്മയ്ക്കോമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണേ, ഹിന്ദുക്കൾ നാം ഒന്നാണേ. എല്ലാ ഹിന്ദു ഒന്നാണ്. സാഗരമുണ്ടെങ്കിൽ മാത്രമേ തിരയുള്ളൂ. ഹിന്ദു ഉണ്ടെങ്കിലേ ഹിന്ദു നായരുള്ളൂ. ഹിന്ദു ഉണ്ടെങ്കിലേ ഹിന്ദു ഈഴവനുള്ളൂ. ഹിന്ദു ഉണ്ടെങ്കിലേ ഹിന്ദു നമ്പൂതിരിയുള്ളൂ. സാഗരത്തെ സാഗരമായി നിലനിർത്തണം. നായാടി മുതൽ നമ്പൂതിരി വരെ ഹിന്ദു ബോധത്തിന് താഴെ സമുദായത്തെ പ്രതിഷ്ഠിക്കണം. എന്തേ മന്നത്ത് പത്മനാഭൻ പിള്ളയ്ക്ക് പിള്ള എന്ന പേരില്ലാതെ പോയത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു മനോഹരമായ രംഗമുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പുലയ സമൂഹത്തിലും ഈഴവ സമൂഹത്തിലും പെട്ട ഒരു സംഘം ആളുകൾ ചെന്നു. കൂടെ നായരുണ്ടായിരുന്നു, നമ്പൂതിരിയൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കണം. ഉമ്മറപ്പടിയിലേക്ക് കയറ്റി വെച്ച് കോലായിലിരുന്ന് ഭക്ഷണം കൊടുക്കണം. ആര് കൊടുക്കും? അമ്മ കൊടുക്കുവോ? അച്ഛൻ കൊടുക്കുവോ? അച്ഛനും അമ്മയും എല്ലാം കടുത്ത ജാതിവാദികളാണ്. ആര് കൊടുക്കും? വല്ലാതെ വിഷമത്തിൽപ്പെട്ട് ഉഴലുന്ന തന്റെ മകനെ കണ്ട മാത്രയിൽ ആ അമ്മ എല്ലാവർക്കും ഭക്ഷണത്തിന് ഇലവെച്ചു വിളമ്പി അയച്ചിൽ അമ്മ തന്നെ എടുത്തപ്പോൾ
അന്ന് മന്നത്തിനു മനസ്സിലായി ഇത്തരം അമ്മമാർക്ക് ജനിക്കണം. അമ്മമാരാണ് പറഞ്ഞു. മന്നത്തിന് അധികാരത്തിനോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. മന്നം പറഞ്ഞു, ഞാൻ മത്സരിക്കില്ല, ഞാനൊരാളുടെ പേര് പറയും, അയാൾ മത്സരിക്കണം, നമ്മൾ അയാളെ വിജയിപ്പിക്കണം. ആർ ശങ്കറിന്റെ പേര് പറഞ്ഞു. ആർ ശങ്കർ കൊട്ടാരക്കരയിൽ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. നിർഭാഗ്യവശാൽ അദ്ദേഹം പരാജയപ്പെട്ടു. ആ പരാജയം മന്നത്തിന്റെ പരാജയമായിരുന്നു. കാരണം മന്നത്ത് പത്മനാഭന്റെ ചിന്ത എല്ലാത്തിനും മേലെയായിട്ട് ഈ ഹിന്ദുവിനെ പ്രതിഷ്ഠിക്കുക, ഞാനൊരു ഹിന്ദുവാണെന്ന അഭിമാനത്തോടുകൂടി പറയുക, അതിനുശേഷമാവട്ടെ ഞാനൊരു നായരോ ഈഴവനോ ഒക്കെ ആകേണ്ടത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചത് ഈഴവ സമൂഹത്തെയാണ്. ഈഴവ സമൂഹത്തിൽ ആചാരങ്ങളും വിശ്വാസങ്ങളെയും ഇല്ലാതാക്കുവാൻ അവർക്കൊരു പരിധിവരെ കഴിഞ്ഞു. നായർ സമൂഹത്തെയും നമ്പൂതിരി സമൂഹത്തെയും അവർക്കൊരു പരിധിവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. പുലയ സമൂഹത്തെയും പിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മലബാറുകാരനാണ്. ഞങ്ങളുടെ നാട്ടിൽ സാമുദായിക സംഘടനകൾക്ക് വലിയ പ്രാധാന്യമില്ല. എനിക്ക് തോന്നുന്നില്ല എൻ്റെ പഞ്ചായത്തിൽ തന്നെ NSS SNDP ഉണ്ടോ എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ വേണമെന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഈഴവ സമൂഹത്തിൽപ്പെട്ട ഒരാൾ മരിച്ച വീട്ടിൽ ഞാൻ ചെന്നു. അവിടെ SNDPയുടെ ഒരു യോഗമുണ്ട്. അവര് വന്നിട്ട് പരമേശ്വരന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ വായിക്കുക. അല്ലാത്തടത്ത് രാഷ്ട്രീയക്കാർ കയറി ഇടപെടും. മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും എല്ലാ പരിപാടികളിലും രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ടാവും. ഞങ്ങൾ പറയാറുണ്ട്, ഒരു മംഗല്യ സൂക്തമെങ്കിലും അറിയാത്തടത്ത് ലോക്കൽ സെക്രട്ടറി സ്റ്റേജിൽ കയറരുത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അനുവദിക്കാറില്ല. നിങ്ങൾ ഹിന്ദുവിന്റെ വീട്ടിലെ കല്യാണ വീടും മരിച്ച വീടും പാർട്ടിയുടെ പ്രവർത്തന മണ്ഡലമാക്കി തീർക്കരുത്. ഇസ്ലാമിന്റെ വീട്ടിൽ പോയാൽ എവിടെ നിൽക്കണമെന്ന് അവർക്കറിയാം, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയാൽ എവിടെ നിൽക്കണമെന്ന് അവർക്കറിയാം. പക്ഷെ ഹിന്ദുവിന്റെ വീട്ടിൽ എവിടെയും ഓടിക്കയറാമെന്നും അവർക്കറിയാം. ആചാരങ്ങൾ അമ്പലം ചുമരല്ലേ വിഗ്രഹം കല്ലല്ലേ എന്ന് പറഞ്ഞത് സീരിയസ് ആയി എടുത്ത ഹിന്ദുക്കൾ, തിരിച്ചറിവുള്ള ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്പലങ്ങളെല്ലാം പുനരുദ്ധരിച്ചപ്പോൾ ഇന്ന് പറയുന്നു BJP വളരുന്നുണ്ട്, കാരണം അമ്പലമാണ് എന്ന്. ആയിരിക്കാം, രാമക്ഷേത്രം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് BJP അധികാരത്തിൽ വന്നത് ഉത്തർപ്രദേശിൽ. 1984 BJPക്ക് 2 സീറ്റാ. 989 BJP 85 സീറ്റിലേക്ക് മാറിയത് ഒരു വിഷയവുമില്ല, രാമക്ഷേത്രം മാത്രമാണ്. എന്താ സംശയം? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ഷെഡിൽ കിടക്കുന്ന രാമനെ അയോധ്യയിലെ ഭവ്യമായ ക്ഷേത്രമുണ്ടാക്കി അതിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു തരാം എന്ന് അദ്വാൻജി പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴാണ് സോമനാഥത്തിൽ നിന്നും അയോധ്യയിലേക്ക് രഥയാത്ര നടന്നത്. ആ രഥയാത്രയുടെ ഒറ്റ ലക്ഷ്യം രാഷ്ട്രീയമായിരുന്നില്ല, സാംസ്കാരികമായിരുന്നു. 490 വർഷങ്ങളായിട്ട് ഷെഡിൽ കിടക്കുന്ന രാമനെ അർഹമായ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുമെന്ന് പറയുന്നത് BJPയുടെ കാര്യമാണോ? അത് മുഴുവൻ ഹൈന്ദവ സമാജത്തിന്റെയും കാര്യമായിരുന്നു. അതിനാര് നേതൃത്വം കൊടുക്കും? ഇതായിരുന്നു ചോദ്യം. ആരതിന് നേതൃത്വം കൊടുക്കും? അവർക്കൊപ്പം രാഷ്ട്രം വന്നു നിന്നു, ഇന്നും നിൽക്കുന്നു എന്ന് മാത്രം. കാരണം രാമനില്ലാത്ത ഭാരതം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. രാമനും കൃഷ്ണനും ഇല്ലാത്ത ഭാരതം നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് രാമനും കൃഷ്ണന്റെയും പാദസ്പർശം പതിഞ്ഞ മണ്ണാണ് ഈ ഭാരതം. നമ്മുടെ പത്തനംതിട്ടയിലെ അമ്മമാര് ഞങ്ങളുടെ ഒരു ക്യാമ്പിൽ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ എവിടുന്ന് വരുന്നതെന്നറിയോ? സീതത്തോട്. എന്താ സീതത്തോടിന്റെ പ്രത്യേകത? അത് വനവാസകാലത്ത് സീതാദേവി ഇവിടെയൊക്കെ വന്നപ്പോൾ ശുദ്ധമായൊരു അരുവി കണ്ടപ്പോൾ ഇവിടെ കുളിച്ചു. ഞങ്ങൾ തെളിവുണ്ടോ എന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഞങ്ങളെ തല്ലിയേക്കാം. അതായത് സീതാദേവിയും ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാൻ സമേതം ഈ ഭാരതം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവർ നടന്ന് 14 കൊല്ലം ഉണ്ടല്ലോ കാട്ടിൽ, 13 കൊല്ലം അവർ കാട്ടിൽ തന്നെ ആയിരുന്നല്ലോ. ഈ സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ വന്നു പോലും, എന്നിട്ട് സീതത്തോട്ടിൽ കുളിച്ചു പോലും. വയനാട്ടുകാർ അഭിമാനത്തോട് പറയും, പാണ്ഡവൻ പാറയുണ്ട് ഇവിടെ. പാണ്ഡവൻ പാറയുടെ പ്രത്യേകത എന്താ? ഈ 5 പാണ്ഡവന്മാർ ഇരുന്ന ഒരു പാറ, അതിൽ വലിയ പാറ, അവിടെയാണ് ഭീമൻ ഇരുന്നത്. വലിയ പാറ ഭീമൻ ഇരുന്നു, അക്കങ്ങോ ഉറപ്പിച്ചു. ഇതാണ് വിശ്വാസം. പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുവാൻ ഭാരതത്തിൽ പുണ്യസ്ഥലമേത്? കാശ്മീരുകാരൻ പറയും അത് രാമേശ്വരമാണ്. പിതൃക്കൾക്ക് മോക്ഷം കിട്ടുവാനും മരിച്ചാൽ മോക്ഷം കിട്ടുന്ന സ്ഥലമേത്? കന്യാകുമാരിക്കൻ പറയും അത് കാശിയാണ് എന്ന്. സതീദേവിയുടെ മൃതശരീരത്തിന്റെ 51 ഭാഗങ്ങൾ വന്ന് വീണില്ലേ? ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ ചെന്ന സതീദേവിയെ ദക്ഷൻ അവഹേളിച്ചപ്പോൾ ആ അഗ്നിയിൽ ചാടി ജീവൻ ത്യജിച്ച മഹാദേവിയുടെ മൃതശരീരം കയ്യിൽ കിടക്കുന്നിടത്തോളം കാലം ദേവന്റെ കോപമടങ്ങില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം ദേവിയുടെ മൃതശരീരത്തെ 51 പീസുകളാക്കിയപ്പോൾ ഈ 51 ശരീരഭാഗങ്ങൾ വന്നു പതിച്ചതാണ് 51 ശക്തിപീഠങ്ങൾ, 51 ദേവീക്ഷേത്രങ്ങൾ. അതിലൊരു ഭാഗം പതിച്ചതാണ് കന്യാകുമാരി.
മറ്റൊന്നങ്ങനെ നേപ്പാളില, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനുണ്ട്. അഖണ്ഡ ഭാരതം 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടന്ന എൻ്റെ ഭാരതത്തിന്റെ പേര് അഖണ്ഡ ഭാരതം. ഇന്ന് നരേന്ദ്രമോദിജി ഭരിക്കുന്ന രാജ്യത്തിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യ ലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക. ശ്രീലങ്ക രാവണന്റെ സാമ്രാജ്യമല്ലത്, അത് കുബേരന്റെ സാമ്രാജ്യമാണ്. ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളിൽ ഒരു ദൈവത്തിന്റെ പേരാണ് കുബേരൻ അഥവാ വൈശ്രവണൻ. വൈശ്രവണൻ അമ്പലം ഉണ്ടാക്കിയവരെ നമ്മൾ സമ്പത്തിനെ ആരാധിക്കുവാൻ പഠിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് കണി കാണാൻ പറഞ്ഞു. കുറുക്കനെയാണോ? അല്ല, കൈവെള്ളയെ 2 കൈകളും ഇങ്ങനെ വെച്ച് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു ചെറിയ മന്ത്രം, കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. ആദ്യം ലക്ഷ്മിയാ, പിന്നെയാ സരസ്വതി. എന്തേ? സമ്പത്തിനെ ആരാധിക്കുവാൻ പഠിപ്പിച്ചു. ദാരിദ്ര്യങ്ങളിൽ വലിയ ദുഃഖമാണ്, ദുഃഖങ്ങളിൽ വലിയ ദുഃഖമാണ് ദാരിദ്ര്യ ദുഃഖം എന്ന് പഠിപ്പിച്ചു. സമ്പത്തിനെ ആരാധിക്കണം. അതുകൊണ്ട് സ്വന്തമായിട്ട് വിമാനമുണ്ടായിരുന്ന ആളുടെ പേരാണ് കുബേരൻ. കുബേരന്റെ വിമാനത്തിന്റെ പേരാണ് പുഷ്പക വിമാനം. ആ വിമാനവും രാവണൻ അടിച്ചു മാറ്റി, കുബേരനെ ഓടിച്ചു. കുബേരൻ പോയിട്ട് എവിടെയോ ഒളിച്ചു. നിങ്ങളുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ടായിരുന്നിട്ടും കാര്യമില്ല, ശക്തിയില്ല എങ്കിൽ കുബേരൻ ഓടിയതുപോലെ ഓടേണ്ടി വരും. ആലോചിച്ച് നോക്കൂ, ആ ലങ്കയിൽ 1 ലിറ്റർ ഡീസലിന് 286 രൂപയാണ്. പിച്ചതണ്ടുകയാണ്. ഈ ദേവിയുടെ മഹത്തായ കാൽപാദമെന്ന് വിശേഷിപ്പിക്കുന്ന സ്വർണമയൂരലങ്ക, രാവണന്റെ കുബേരന്റെ സാമ്രാജ്യം എന്ന് വിശേഷിപ്പിച്ച സ്വർണമയൂരലങ്ക പിച്ചതണ്ടുവാൻ കാരണമെന്ത്? ഭാരതത്തിൽ നിന്ന് വിട്ടുപോയി. പാകിസ്ഥാൻ, ഒരൊറ്റ ദിവസം അവിടെ അസ്വസ്ഥതയില്ലാത്ത ദിവസങ്ങളുണ്ടാവും. ഒരു വർഷം ശരാശരി 20,000 മുസ്ലിം സഹോദരങ്ങൾ പൊട്ടിത്തെറിച്ചു മരിച്ചു പോകുന്നു. ഷിയാ മുസ്ലിങ്ങൾ സുന്നികളുടെ പള്ളിയിൽ ബോംബ് വെക്കും, സുന്നി മുസ്ലിങ്ങൾ ഷിയാ മുസ്ലിമിന്റെ പള്ളിയിൽ ബോംബ് വെക്കും. പരസ്പരം പോരടിച്ച് പൊട്ടിത്തെറിച്ച് മരിക്കുമ്പോൾ ലാത്തിയെടുത്തൊരു പോലീസുകാരൻ പോലും കാവൽ നിൽക്കാതെ 20 കോടി മുസ്ലിങ്ങൾ നിർഭയം നിസ്കരിക്കുന്ന ലോകത്തിലെ ഏകരാജ്യത്തിന്റെ പേരേത്? 80% ഹിന്ദുക്കൾ ഇന്നും ജീവിക്കുന്ന ഈ ഭാരതമാണെന്നറിയണം. അതാണ് ഭാരതം, അതാണ് ഹിന്ദുത്വം. അതുകൊണ്ട് നമ്മുടെ നാടിന് 3 പേരുണ്ട്. അർത്ഥശൂന്യമായ ഇന്ത്യ, ഭാരതം, ഭാസിൽ രമിക്കുന്നത്, പ്രകാശത്തിൽ രമിക്കുന്നത് ഭാരതം. 3 ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ, ഹിന്ദു രാഷ്ട്രം. പരംപൂജനീയ സർസംഘചാലക് ഇവിടെ 5-ാം തീയതി വന്നു. ഞങ്ങൾ ജന ടി വിയിലൂടെ അതൊക്കെ കണ്ടു. അതിഗംഭീരമായ സദസ്സും പ്രൗഢഗംഭീരമായ പരിപാടിയും. പക്ഷെ അത് ഹിന്ദു രാഷ്ട്രത്തിന്റെ ആളാണ്. ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്ന RSS എന്ന സംഘത്തിന്റെ പരമമായ തലവനാണ് അദ്ദേഹം. പക്ഷേ ഹിന്ദുരാഷ്ട്രം ഏതാണ്? ഹിന്ദുരാഷ്ട്രം വരും. ഹിന്ദുരാഷ്ട്രമല്ലേ ഇതിപ്പോ നിലവിൽ? ഹിന്ദുരാഷ്ട്രമല്ലേ? ഈ മണ്ണിന്റെ 3ാമത്തെ പേര് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, RSSകാരന്റെ പെട്രോളാ. HMT ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ്, HBC ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ. ഞങ്ങളുടെ മലപ്പുറം ജില്ലക്കാരൻ അബ്ദുൾ സമദ് സമദാനി ലീഗിന്റെ നേതാവാണ്. മാതൃഭൂമിയിൽ ലേഖന പരമ്പരകൾ എഴുതിയിരുന്നു ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പേരിൽ. അപ്പൊ ഹിന്ദുസ്ഥാൻ ഏതാ? ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. വിഷ്ണുപുരാണം. വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് സിന്ധു മഹാസാഗരം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായൊരു ഭൂപ്രദേശം. ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ. ഹിന്ദുക്കൾ വസിക്കുന്ന സ്ഥാൻ ഹിന്ദുസ്ഥാൻ. അപ്പോ നമ്മുടെ സർസംഘചാലകൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? നമസ്തേ സദാ വത്സലേ മാതൃഭൂമി. എപ്പോഴും നമസ്കാരം വാത്സല്യവതിയായ എൻ്റെ മാതൃഭൂമിക്ക്. ഈ മണ്ണിന്റെ അമ്മയാണ്. ത്വയാ ഹിന്ദു ഭൂമേ സുഖം വർദ്ധിതോഹം. അല്ലയോ ഹിന്ദു ഭൂമേ, നീ ഞങ്ങളെ സുഖമായി വളർത്തും. നമ്മളെ പോലെ സുഖമുള്ള ഒരു ജനത എവിടെയാ? ആണിനും പെണ്ണിനും ഇങ്ങനെ ഒന്നിച്ചിരിക്കാം. നിങ്ങൾക്ക് രാഷ്ട്രപതിയാകാം, പ്രധാനമന്ത്രിയാകാം, രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകാം. മോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി പോകുമ്പോൾ ഗുജറാത്ത് ഏൽപ്പിച്ചത് ആനന്ദീബെൻ പട്ടേൽ എന്ന സ്ത്രീയുടെ കയ്യിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നാട്ടിൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കോഴിക്കോട് ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു വനിത മത്സരിച്ചു. പത്രത്തിൽ വെണ്ടക്കാക്ഷരത്തിൽ വാർത്ത, അയ്യോ വനിത മത്സരിക്കുന്നേ, വനിത മത്സരിക്കുന്നേ എന്നും പറഞ്ഞിട്ട് ജയിച്ചില്ല.
ഒരു സ്ത്രീ MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നത് പോലും വലിയ വാർത്തയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെങ്കിൽ ഇന്ദിരാഗാന്ധിയും ദ്രൗപദി മുർമുവും പ്രതിഭ പാട്ടീലും ഈ മണ്ണിന്റെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി, കഴിഞ്ഞ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയായിരുന്നു നിർമ്മല സീതാരാമൻ. എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദു സ്ത്രീകളെ, ഹിന്ദു അമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്ത ഒരു ജനത സ്ത്രീകളെ ഇവിടെയുണ്ട്. മതമുള്ളവനും മതമില്ലാത്തവനെയും അമ്പലത്തിൽ പോകുന്നവനെയും പോകാത്തവനെയും ഒന്നിച്ചു കാണുവാൻ കഴിയുന്ന ധർമ്മം ഹിന്ദുത്വം. ഞാൻ എല്ലായിടത്തും പറയുകയാണ്, ഒരിക്കൽ കൂടി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കോട്ടയത്തേക്ക് വരികയാണ്. അപ്പോൾ താനൂരിലെത്തിയപ്പോൾ ഞങ്ങളുടെ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് സീറ്റിൽ 3 പെൺകുട്ടികൾ വന്നിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടിയും 2 ഹിന്ദു പെൺകുട്ടികളും. മുസ്ലിം പെൺകുട്ടി തട്ടം ഇങ്ങനെ വലിച്ച് താഴ്ത്തുന്നുണ്ട്, അവരുടെ മുടി ഞങ്ങൾ കാണാതിരിക്കാൻ. എന്നാൽ ഹിന്ദു പെൺകുട്ടി പാൻറ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. മൊത്തം കീറി പറഞ്ഞിരിക്കുന്നു. കയറി ചൊറിയാൻ പോകരുത്, അത് അവളുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ കരുതും ഇതൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന്. അല്ല കേട്ടോ, ഇത് വലിയ പൈസയുടെ പാൻറ്റാ, കീറി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ഈ സെറ്റ് സാരിയും ചുരിദാറൊക്കെ ഇടാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അവൾക്ക് കീറി പറഞ്ഞ പാൻറ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഈ പാൻറ് ഇട്ട് തുട മുഴുവൻ പുറത്ത് കാണിച്ചിട്ട് അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹിന്ദു ആയതിൽ അഭിമാനിക്കാൻ ഇപ്പം എന്താ ഉള്ളതെന്ന്. എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഈ പാൻറ് ഇടണമെങ്കിൽ നീ ഒരു ഹിന്ദു പെൺകുട്ടി ആയിരിക്കണം. ഈ തിരിച്ചറിവാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടത്. ഈ തിരിച്ചറിവാണ് നമ്മുടെ ആൺകുട്ടികൾക്ക് വേണ്ടത്. നമ്മുടെ യുവ സമൂഹത്തിന് വേണ്ടത് ഈ തിരിച്ചറിവാണ്. ഞാൻ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന കാരണം ഈ മണ്ണിൽ ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ടാണെന്ന് അവരറിയണം. നിങ്ങളോട് കാണാൻ ഞാൻ പറയില്ല, പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ കാണുമ്പോൾ യൂട്യൂബിൽ ഒരു കാഴ്ചയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ 14 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ കൈപ്പത്തി വെട്ടിമാറ്റുന്ന രംഗമാണ്. ആ കുട്ടി ചെയ്ത് തെറ്റെന്തെന്നറിയണ്ടേ? അവൾ നെയിൽ പോളിഷ് ഇട്ടു. ഞങ്ങളുടെ നാട്ടിൽ അതിന് ക്യൂട്ടസ് എന്ന് പറയും. നെയിൽ പോളിഷ് ഇട്ടു, അവിടെ പാടില്ല. താലിബാൻ ഭരണകൂടത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ കണ്ണ് മാത്രമേ പുറത്ത് കാണിക്കാൻ പാടുള്ളൂ. കോട്ടയത്തെ വൈക്കത്തെ അഖില ഹാദിയായില്ലേ? അഖില പറഞ്ഞു എനിക്ക് സ്വാതന്ത്ര്യത്തിന്റെ മതം വേണം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതി വലിയ സ്വാതന്ത്ര്യമായിരിക്കും. പക്ഷെ പിന്നീട് അഖിലയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. ഇതാണ് സ്വാതന്ത്ര്യം. ഒരു നിമിഷം നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ഹിന്ദു സ്ത്രീകൾക്ക് ഒരു നിമിഷം നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം മുഴുവൻ കറുത്ത വസ്ത്രം, നിങ്ങളുടെ തലമുടിയും നിങ്ങളുടെ മുഖവും മറച്ച് കണ്ണ് മാത്രം പുറത്ത് കാണിച്ച്. ഞങ്ങളുടെ കാസർഗോഡൊക്കെ തൊട്ടടുത്ത സ്ഥലമൊക്കെ ചെന്നാൽ കണ്ണിന് നെറ്റൂട്ടുണ്ടാവും. കണ്ണ് നമ്മൾ കാണാതിരിക്കാൻ. ആലോചിച്ച് നോക്കൂ, ഹിന്ദു സ്ത്രീകൾ എത്ര ഭാഗ്യവതികൾ. ഒരേ ഒരു ക്ഷേത്രത്തിൽ ശബരിമലയിൽ മാത്രം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് 10 വയസ്സിന് ചുവട്ടിലും 50 വയസ്സിന് മേലെയുള്ളവർ പോകട്ടെ, ആർത്തവചക്രം ശരീരത്തിൽ കറങ്ങാത്ത സ്ത്രീകൾ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദു സ്ത്രീകൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ രഹന ഫാത്തിമ പോയി രാജാവിന്റെ മകനായിട്ട് വളർന്നു എന്ന് വിശ്വസിക്കണം. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് വിശ്വസിക്കണം. ഈ 5 വിശ്വാസങ്ങളില്ലാത്ത ഒരുത്തനും വേണ്ടി ഉണ്ടാക്കിയതല്ല ശബരിമല. ഈ 5 വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി പണ്ഡിതനും പാമരനുമായ ഹിന്ദു, പുലയനും പറയനും നായരും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനുമായ ഹിന്ദു മണ്ഡലമാസം തുടങ്ങിയാൽ അവന്റെ വീടൊരു ക്ഷേത്രമായി മാറുന്നു. നമ്മുടെ നാട്ടിൽ 50,000 ക്ഷേത്രമുള്ളത്. പക്ഷെ മണ്ഡലമാസമാകുമ്പോൾ ക്ഷേത്രങ്ങളുടെ എണ്ണം 10 ലക്ഷം 15 ലക്ഷം ആവും. എങ്ങനെ? ഓരോ വീടും ക്ഷേത്രവും. മത്സ്യമാംസാദികളെ ഉപേക്ഷിക്കുന്നു, മദ്യപാനി മദ്യത്തെ ഉപേക്ഷിക്കുന്നു, വിവാഹിതനെങ്കിൽ ഭാര്യ സംസർഗം ഉപേക്ഷിക്കുന്നു, രാവിലെ 5 മണിക്ക് മുമ്പ് എഴുന്നേൽക്കുന്നു, വീട് മുഴുവൻ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, അയ്യപ്പന് മുന്നിൽ അവൻ മാല തൂക്കുന്നു, വിളക്ക് വെക്കുന്നു, നാമം ജപിക്കുന്നു, സായം സന്ധ്യയിൽ വീട്ടിൽ വരുന്നു, കുളിക്കുന്നു, ഇതേ പ്രവൃത്തി ചെയ്യുന്നു. 2 നേരം ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നത് പോലെ തന്നെ ഓരോ വീടുകളും ക്ഷേത്രങ്ങളായി മാറ്റപ്പെടുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദുവും 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി മലയ്ക്ക് പോകുന്നു. 36 മണിക്കൂറും 16 മണിക്കൂറൊക്കെ അവർ ക്യൂ നിൽക്കുന്നു. 18ാം പടി ഇങ്ങനെ പോലീസുകാർ ഇങ്ങനെ പിടിച്ച് കയറ്റുന്നു. അതിന്റെ മുന്നിലെത്തിയാൽ കിട്ടുന്നത് 2 സെക്കൻഡ്. ഒന്നാമത്തെ മാത്രയിൽ കണ്ട ഭഗവാന്റെ രൂപത്തെ കണ്ണുകളടച്ച് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് മലയിറങ്ങുന്ന ഓരോ ഹിന്ദുവും അടുത്ത വർഷം മണ്ഡലമാസം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമെന്ന് പറഞ്ഞാൽ എന്താണ് ഈ വേദമെന്ന് ചോദിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ഹിന്ദുവും
അതീവ പണ്ഡിതനും പാമരനും സമ്പന്നനും ദരിദ്രനും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനും നമ്പൂരിയും നായരും ഈഴവനും പുലയനും ആദിവാസിയുമെല്ലാം ഒന്നായി കാണുന്ന, ഒന്നായി ചേരുന്ന കോടാനുകോടി ഹിന്ദുക്കളെ ഒരു തീർത്ഥാടന സമയത്ത് ഒന്നിപ്പിക്കുന്ന ഈ മഹത്തായ കേന്ദ്രത്തെ തകർക്കുവാനുള്ള പരിശ്രമം തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. 50 വർഷം മുമ്പ് ശബരിമല കാത്തിച്ചു കളഞ്ഞു. അന്ന് വർഷത്തിലൊരിക്കലാണ് മലയ്ക്ക് പോവുക. അവിടെ തന്ത്രി മല ശ്രീകോവിൽ അടച്ച് തിരിച്ചു വന്നത് അടുത്ത വർഷം ചെന്ന് നോക്കുമ്പോൾ ഒരു പിടി കൂമ്പാരം, ചാരത്തിന്റെ കൂമ്പാരമായിരിക്കുന്നു. ശബരിമല തകർക്കുവാൻ പരിശ്രമിക്കുന്നു. നടന്നോ? ഈ കഴിഞ്ഞ വർഷം വീണ്ടും 80 കോടി കൂടുതലാ നമ്മൾ കൊണ്ടുപോയി ചെരിയുകയാണ്. ഈ സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾ ചിന്തിക്കണം. മാറ്റം അനിവാര്യമാണ്. 10% താഴെ ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡ് നടന്നത്. നമ്മുടെ ഗുരുവായൂർ, ശബരിമല, വൈക്കം, കാടാമ്പുഴ അടക്കം സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ക്ഷേത്രങ്ങളിൽ 50,000-ൽ പരം ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ. അതിൽ 10% ക്ഷേത്രങ്ങൾ മാത്രമേ സർക്കാർ നടത്തുള്ളൂ. സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ക്ഷേത്രങ്ങൾ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കല്ലിന്മേൽ കല്ല് വെച്ച് ഗുരുവായൂർ അമ്പലം പണിതതാര്? ഹിന്ദുക്കൾ. ലക്ഷണമൊത്ത ശിലയിൽ നിന്നും ഗുരുവായൂരപ്പനെ കൊത്തിയെടുത്ത ശില്പിയാര്? ഹിന്ദു. തന്ത്രശാസ്ത്ര വിധിപ്രകാരം അഷ്ടബന്ധ കലശത്തിൽ ഉറപ്പിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത തന്ത്രിവര്യൻ ആര്? ഹിന്ദു. ശാന്തി കർമ്മങ്ങൾ ചെയ്ത് ആ വിഗ്രഹത്തിന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച ശാന്തിക്കാരനാര്? ഹിന്ദു. ക്ഷേത്രത്തിന്റെ 10 മീറ്റർ ശ്രീകോവിലിന് മുന്നിലായിട്ട് ഭണ്ഡാരം വെച്ചവൻ ആര്? ഹിന്ദു. ആ ഭണ്ഡാരത്തിന് ദ്വാരം വെച്ചവനാര്? ഹിന്ദു. അതിലേക്ക് പണവും സ്വർണവും നിക്ഷേപിച്ചതാര്? ഹിന്ദു. അത് തുറന്നെടുത്തവനാര്? ഹിന്ദു വിരുദ്ധൻ. അമ്പലത്തിന്റെ ഭണ്ഡാരത്തിൽ പണവും സ്വർണവും നിക്ഷേപിക്കുന്നതോടുകൂടി ആ ഭണ്ഡാരത്തിന് മുകളിലെ സകല അവകാശങ്ങളും ഹിന്ദുക്കൾക്ക് നിഷേധിക്കപ്പെടുന്നു, തീരുന്നു. ഹിന്ദുക്കൾ തിരിച്ചറിയണം. ഞാൻ ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്കൊന്നും എതിരല്ല. മറിച്ച് തിരിച്ചറിയണം, എരുമേലി വാവര് പള്ളിയിൽ പോകുന്ന പണം മതത്തിന് പോകുമ്പോൾ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ വരുന്ന പണം എവിടെ പോകുന്നു? ഞങ്ങൾ 2018-ൽ ഈ പത്തനംതിട്ടയിൽ വന്നപ്പോൾ ഞങ്ങളൊന്ന് എരുമേലിയിൽ പോയി. അപ്പൊ അവിടെ സ്ഫടികത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല. ഞാനവിടുന്ന് മൊയിലോറായിട്ട് തർക്കിച്ചു, ഉസ്താദുമായിട്ട് കുറേ സമയം തർക്കിച്ചു. നിങ്ങളുടെ ഖുർആനിൽ എത്ര സൂക്തങ്ങളുണ്ട്? അതിൽ ഇത് മാത്രമാണോ നിങ്ങൾ എഴുതി വെക്കുന്നത്? കോടിക്കണക്കിന് ഹിന്ദുക്കളായ ഭക്തന്മാർ 41 ദിവസം വ്രതമെടുത്ത് ഇവിടെ വരുന്നിട്ട് അയ്യപ്പനെ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇവിടെ വന്നിട്ട് കുരുമുളകും പണവും നാളികേരവും നൽകുന്ന ഇവിടെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. കറുത്ത മാർബിളിൽ ഗോൾഡൻ ലിപിയിൽ പോയിട്ട് ആർക്കും വായിക്കാം, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് എഴുതി വെച്ച അവിടെയാണ് ഹിന്ദുക്കൾ കൊണ്ടുപോയിട്ട് ചെരിയുന്നത്. അതുകൊണ്ടാണ് VD സവർക്കർ പറഞ്ഞത് സദ്ഗുണ വൈകൃതികൾ. ഗുണം അങ്ങ് കൂടി വൈകൃതമായി പോയി. തിരിച്ചറിവുണ്ടാവണം. നമ്മൾ ഒരാൾക്കും എതിരല്ല. എൻ്റെ വീട്ടിലെ പശു നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നിങ്ങൾ വളർത്തുന്ന വിളവ് തിന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫൈൻ അടക്കണം. പക്ഷെ നിങ്ങളുടെ വിളവ് നിങ്ങൾ വേലി കെട്ടി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഒരു ഫൈനും അടക്കേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറുവാനുള്ള കാരണം വാതിലുകൾക്ക് ഉറപ്പില്ലാത്തതായിരുന്നു എങ്കിൽ ആ കള്ളന് കഞ്ഞി വെച്ചവർ നമ്മൾ തന്നെയാണ്. ആ കള്ളനെ കള്ളനാക്കിയത് നമ്മളാണെന്നറിയണം. നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ ആചാരങ്ങൾക്കും നമ്മുടെ ക്ഷേത്ര ഭണ്ഡാരങ്ങൾക്കും നേരെ ഈ കൈകൾ ഉയരുമ്പോൾ അതിന് മറുപടി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഈ അഖണ്ഡ ഭാരതത്തിനൊപ്പം, ഈ ഏകാത്മാവായ ഭാരതത്തിനൊപ്പം, വിശ്വത്തിന് മുഴുവൻ ശാന്തി പ്രദാനം ചെയ്ത ഈ ഭാരതത്തിനൊപ്പം നമുക്കൊന്നിച്ച് സഞ്ചരിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, കൂരിരുൾ നീങ്ങും പ്രഭാതമാകും, വീണ്ടും ഭാരതമൊന്നാകും, അഖണ്ഡ ഭാരത മാതാ കീ ജയ, ഘോഷം പൊങ്ങും പുനരെങ്ങും, മാനസകോടികളൊന്നായി ചേർന്നാൽ മാമല പോലും മലരല്ലേ, ദേശപ്രേമം ജ്വലിച്ചുയർന്നാൽ വാരിധി പോലും വരളില്ലേ, രാഷ്ട്രശക്തി തൻ പ്രളയജലത്തിൽ കൃത്രിമ ഭിത്തികൾ തകരില്ലേ,
ദുസ്സഹമാമി ദുരന്ത ചിത്രം ദുസ്വപ്നം പോൽ മറയില്ലേ. ദൈനംദിനം എത്ര വീര സൈനികരാണ് നമ്മുടെ നാടിനു വേണ്ടി ജീവൻ ബലിദാനം നൽകുന്നത്. നമ്മുടെ പാർലമെന്റ് ആക്രമിച്ചു. അഫ്സൽ ഗുരു എന്ന കൊടും ഭീകരൻ, അന്ന് ആ ഭീകരനെ തൂക്കിക്കൊന്നു. പിന്നീട് നമ്മുടെ നാട്ടിൽ സച്ചിദാനന്ദൻ എന്ന കവി എഴുതി, പോറ്റിയുടെ കോടതിയിൽ പുലയന് നീതി കിട്ടുമോ എന്ന്. ആലോചിച്ചു നോക്കൂ, ഭാരതത്തിലെ കോടതികൾ പോറ്റിമാരുടെ കോടതികളാണെന്നും ഇവിടെ കവിതയിൽ പുലയൻ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് എന്നും മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്നും പറഞ്ഞപ്പോൾ പരമേശ്വർജി എഴുതി, അവരുടെ ചുടുചോര വീണു ചുവക്കാത്ത ചൊരിമണൽ പോലുമില്ലെൻ്റെ നാട്ടിൽ, അവരുടെ ഗർജനം കേട്ടു കുലുങ്ങാത്ത മലകളും മരവുമില്ലെൻ്റെ നാട്ടിൽ, അവരുടെ പോർവിളി കേട്ടു തരിക്കാത്ത സമരാങ്കണങ്ങളില്ലെൻ്റെ നാട്ടിൽ, അവരുടെ ബന്ധുക്കൾ കണ്ണീരൊഴുക്കാത്ത ഭവനങ്ങളിലൊന്നു എൻ്റെ നാട്ടിൽ. ശിവ ശിവ എന്നിട്ടും അവരെ കുറിച്ചുള്ള കവിതകൾ പാടാൻ കവികളില്ല. രാഷ്ട്രത്തിനു വേണ്ടി മരിച്ച ധീര യോദ്ധാക്കളെ കുറിച്ച് പാടുവാൻ മലയാളത്തിൽ കവികളില്ല. അഫ്സൽ ഗുരുവിന് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ വിശ്വപൗരനായ ശശി തരൂർ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചിത്രത്തിൽ ഇല്ലാതെ പോയി. ഒരൊറ്റ അബദ്ധം അദ്ദേഹം ചെയ്തു. കോഴിക്കോട് വന്നിട്ട്, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട്, കടപ്പുറത്ത് വന്നിട്ട് ഹമാസിനെ ഭീകരന്മാർ എന്നങ്ങ് പറഞ്ഞു പോയി. ഹമാസ് ഭീകരന്മാർ എന്ന് പറഞ്ഞപ്പോൾ MK മുനീർ തിരുത്തി, ചിത്രത്തിലില്ല വിശ്വപൗരൻ. അദ്ദേഹത്തിന്റെ കഴിവുകളെ ഉപയോഗിക്കുവാൻ രാഷ്ട്രത്തിന് കഴിഞ്ഞിട്ടുമില്ല. എന്തൊരു കഴിവുള്ള മനുഷ്യനാണ്. നമ്മൾ ആരോപണങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ അപാര സാധ്യതയുള്ള കഴിവുകൾ, ലോകരാജ്യങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൾ അപാരമാണ്. പക്ഷേ സത്യം വിളിച്ചു പറഞ്ഞു ഹമാസ് ഭീകരന്മാരാണെന്ന്. ചിത്രത്തിൽ ഇല്ലാതെ പോകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ വസുദൈവ കുടുംബകമെന്ന് പറഞ്ഞ, നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്നറിയാകാഞ്ഞിട്ടും നക്ഷത്രങ്ങളിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന ഓന്ത്യവും ശാന്തി അന്തരീക്ഷം ശാന്തി പൃഥിവി ശാന്തി ശാന്തി ദേവ ശാന്തി എന്നു പറഞ്ഞ, സമസ്ത ലോകത്തിനും സുഖം ആശീർവദിച്ച, സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ എന്ന് പറഞ്ഞ പവിത്രമായ എൻ്റെ ധർമ്മം, എൻ്റെ സംസ്കാരം കഴിഞ്ഞ 113 വർഷങ്ങളായിട്ട് അനവരതം നിർഗളം പ്രവഹിക്കുന്ന ഈ ചെറുകോൽപ്പുഴ എന്ന് പറയുന്ന മനോഹരമായ ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷൻ ഹിന്ദു മഹാമണ്ഡലത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഈ 5ാമത് വർഷവും എന്നെ വിളിച്ചതിൽ നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.